നാരായണ. നാരായണ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃശിഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ.
കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ നവമസ്കന്ധം 10-ാം അധ്യായം രാമാവതാര ചരിതം ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ ദശമാധ്യായത്തിൽ 19-ാം ശ്ലോകം വരെ കണ്ടു. രാമായണത്തിലെ ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡത്തിന്റെ ഒരു പകുതിയോളമായിട്ടുണ്ട് കഥ. ഇനി ആ യുദ്ധകാന്ഡത്തിലെ കഥ തുടരുകയാണ്. രാമരാവണ യുദ്ധം, രാവണവധം, അത് കഴിഞ്ഞ് സീതാസ്വീകാരം, വിഭീഷണാഭിഷേകം, രാമൻ സീതയുമായി അയോധ്യയിലേക്കുള്ള തിരിച്ചുവരവ്, ഭരതൻ രാമനെ സ്വീകരിക്കുന്നത്, അതുപോലെ ശ്രീരാമ പട്ടാഭിഷേകം, രാമന്റെ രാജ്യഭാരം ഇത്യാദി കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഇനിയും ചുരുക്കി 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 പറഞ്ഞു പോകുന്നത്. ഒരു ചെറിയ രാമായണം, ബാലകാന്ഡം മുതൽ യുദ്ധകാന്ഡം വരെയുള്ള 6 കാണ്ഡങ്ങളുടെ ഒരു സംഗ്രഹമാണ് ഈ 10-ാം അധ്യായം, ദശമ അധ്യായം. നമ്മളത് വായിക്കാം ആദ്യം. നമുക്ക് എന്നിട്ട് 19-ാം ശ്ലോകത്തിന് ശേഷമുള്ള ഭാഗം വിസ്തരിച്ച് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ നവമസ്കന്ധേ ദശമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഖട്വാംഗാദ്ദീർഘബാഹുശ്ച രഘുസ്തസ്മാത് പൃഥുസ്രവാः അജസ്തതോ മഹാരാജः തസ്മാത് ദശരഥോऽഭവത്. തസ്യാപി ഭഗവാനേഷ സാക്ഷാത് ബ്രഹ്മമയോ ഹരിഃ അംശാംശേന ചതുർധാഗാത് പുത്രത്വം പ്രാർത്ഥിതഃ സുരൈഃ. രാമലക്ഷ്മണ ഭരതശത്രുഘ്നാ ഇതി സംജ്ഞയാ ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. തസ്യാനുചരിതം രാജൻ ഋഷിഭിസ്തത്വദർശിഭിഃ ശ്രുതം ഹി വർണ്ണിതം ഭൂരി ത്വയാ സീതാപതേർമുഹുഃ. ഗുരുവർത്തെ ത്യക്തരാജ്യോ വ്യചരദനുവനം പത്മപദ്ഭ്യാം പ്രിയായാഃ പാണിസ്പർശാക്ഷമാഭ്യാം മൃജിതപദരുജോ യോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാത് ശൂർപ്പണഖ്യാഃ പ്രിയവിരഹരുഷാരോപിതഭ്രൂവിജൃംഭത്രസ്താബ്ദിഃ ബദ്ധസേതുഃ ഖലദവദഹനഃ
കോസലേന്ദ്രോവദാന്നഃ. വിശ്വാമിത്രാദ്വരേയേന മാരീചാദ്യാ നിശാചരാः പശ്യതോ ലക്ഷ്മണസ്യൈവ ഹതാ നൈഹൃതപുംഗവാः. യോ ലോകവീരസമിതൗ ധനുരൈഷമുഗ്രം സീതാ സ്വയംവരഗൃഹേ ത്രിശതോപനീതം ആദായ ബാലകജലീലൈവേക്ഷുയഷ്ടിം സജ്ജീകൃതം നൃപ വികൃഷ്യ ബഭഞ്ജ മധ്യേ. ജിത്വാനുരൂപഗുണശീലവയോംഗരൂപാം സീതാഭിധാം ശ്രിയമുരസ്യ വിലബ്ധമാനാം മാർഗേ വ്രജൻ ഭൃഗുപതേഃ വിനയത് പ്രരൂഢം ദർപ്പം മഹീം അഹൃദയ ത്രിഹി അരാജബീജാം. യത്സത്യപാശ പരിവീത പിതുർനിദേശം സ്ത്രൈണസ്യ ചാപി ശിരസാ ജഗൃഹേ സഭാര്യഃ. രാജ്യം ശ്രിയം പ്രണയിനഃ സുഹൃദോ നിവാസം ത്യക്ത്വാ യയൗ വനമസൂനിവ മുക്തസംഗഃ. രക്ഷസ്വസുർവ്യകൃതരൂപമശുദ്ധബുദ്ധേഃ തസ്യാഘരത്രിശിരദൂഷണമുഖ്യബന്ധൂൻ ജഗ്നേ ചതുർദശ സഹസ്രമപാരണീയ കോദണ്ഡപാണിഃ അടമാനൗ വാസകൃച്ഛ്രം. സീതാ കഥാ ശ്രവണദീപിതഹൃച്ഛയേന സൃഷ്ടം വിലോക്യ നൃപതേ ദശകന്ധരേണ ജഗ്നേ അത്ഭുതൈന വപുഷാശ്രമദോപകൃഷ്ടോ മാരീചമാശു വിശിഖേന യഥാ കമുഗ്രഃ. രക്ഷോധമേന മൃഗവത് വിപിന്യ സമക്ഷം വൈദേഹരാജദുഹിതര്യപയാപിതായാം ഭ്രാത്രാ വനേ കൃപണവത് പ്രിയയാ വിയുക്തഃ സ്ത്രീസംഗിനാം ഗതിമിതി പ്രദയൻശ്ചചാര. ദഗ്ധ്വാത്മകൃത്യ ഹതകൃത്യമഹൻ കബന്ധം സഖ്യം വിദായ കപിഭിർദയിതാ ഗതിം തൈഃ ബുദ്ധ്വാദബാലിനി ഹതേ പ്ലവകേന്ദ്രസൈന്യൈഃ വേലാമഗാത് സമനുജോ അജബവാർച്ചിതാംഗ്രിഃ. യദ്രോഷ വിഭ്രമ വിവൃത്ത കടാക്ഷപാദ സംഭ്രാന്ത നക്രമകരോ ഭയഗീർണഘോഷഃ സിന്ധുശിരസ്യർഹണം പരിഗൃഹ്യ രൂപീ പാദാരവിന്ദമുപഗമ്യ ബഭാഷയേതത്. നത്വാം വയം ജഡധിയോ नु വിദാമ ഭൂമൻ കൂടസ്ഥമാദിപുരുഷം ജഗദാമധീശം യൽ സത്വതസ്സുരഗണാ രജസഃ പ്രജേശാഃ മന്യോശ്ച ഭൂതപതയഃ സ ഭവാൻ ഗുണേശഃ. കാമം പ്രയാഹി ജഹി വിസ്രവസോവമേഹം ത്രൈലോക്യരാവണം അവാപ്നുഹി വീരപത്നീം ബദ്നീഃ സേതുമിഹതേ യശസോ വിതത്यै ഗായന്തി ദിഗ്വിജയിനോ യമുപേത്യ ഭൂപാഃ. ബദ്ധ്വാ ദദൗ രഘുപതിർവിവിധാദ്രികൂടൈഃ സേതും കപീന്ദ്രകരകമ്പിതഭൂരുഹാംഗൈഃ സുഗ്രീവ നീലഹനുമൽ പ്രമുഖൈരനീകൈഃ ലങ്കാം വിഭീഷണദൃശാ വിശദഗ്രദഗ്ധാം. സാ വാനരേന്ദ്രബലരുദ്ധ വിഹാരകോഷ്ഠശ്രീദ്വാരഗോപുര സദോവളപീവിഡംഗ നിർഭജ്യമാനദിഷണധ്വജ ഹേമകുംഭശൃംഗാടക ഗജകുലൈർഹൃതിനീവകൂർണ. രക്ഷഃ പതിസ്തദവലോക്യ നികുംഭകുംഭധൂമ്രാക്ഷ ദുർമുഖസുരാന്തനരാന്തകാദീൻ പുത്രം പ്രഹസ്തമതികായ വികമ്പനാദീൻ സർവാനുഗാൻ സമഹിനോദധ കുംഭകർണം. താം യാതുദാനപൃതനാം അസിശൂലചാപപ്രാസഷ്ടിശക്തിശരതോമരഗഡ്ഗദുർഗാം സുഗ്രീവ ലക്ഷ്മണമരുൾ സുതഗന്ധമാദനീലാംഗദക്ഷപനസാദിഭിരന്വിതോഗാദ്. തേനീകപാരഘുപതേരഭിപത്യ സർവേ ദ്വന്ദ്വം വരൂദമിവ പത്തിരഥാശ്വയോദൈഃ ജഗ്നുർദ്രുമൈർഗിരിഗദേഷുഭിരംഗദാദ്യാഃ സീതാഭിമർശഹതമംഗളരാവണേശാൻ. രക്ഷഃ പതിസ്വബലനഷ്ടിമവേക്ഷ്യ രുഷ്ടഃ ആരുഹ്യ യാനകം അഗാഭിസസാര രാമം
സ്വസ്യന്തനെ ദ്യുമതിമാതലിനോപനീതേ വിഭ്രാജമാനമഹനന്മിഷിതൈക്ഷുരപ്രൈഃ രാമസ്തമാഹ പുരുഷാദപുരീഷയന്നഃ കാന്താസമക്ഷമസതാപഹൃദാശ്വവൽത്തെ ത്യക്തത്രപസ്യ ഫലമദ്യ ജുഗുപ്സിതസ്യ യച്ഛാമി കാല ഇവ കർത്തുരലംഘ്യ വീര്യഃ ഏവം ക്ഷിപൻ ധനുഷി സന്ധിതമുത്സസർജ ബാണം സ വജ്രമിവ തദ്ഹൃദയം ബിഭേദ സ്വാസൃഗ്വമൻ ദശമുഖൈർനൃപതദ്വിമാനാത് ഹാഹേതി ജൽപതി ജനേ സുകൃതീവ റിക്തഃ തതോ നിഷ്ക്രമ്യ ലങ്കായാഃ യാദുധാന്യഃ സഹസ്രശഃ മണ്ഡോദര്യാസമം തസ്മിൻ പ്രരുദത്യൗപാദ്രവൻ സ്വാൻ സ്വാൻ ബന്ധൂൻ പരിഷ്വജ്യ ലക്ഷ്മണേഷു വിരർദിതാൻ രുരുദുഃ സുസ്വരം ദീനാഗ്നന്ദ്യ ആത്മാനമാത്മനാ ഹാ ഹതാസ്മ വയം നാദ ലോകരാവണ രാവണ കം യായാത് ശരണം ലങ്കാ ത്വദ്വിഹീനാ പരാർദിത നൈവം വേദ മഹാഭാഗ ഭവാൻ കാമവശം ഗതഃ തേജോനുഭാവം സീതായാഃ യേന നീതോ ദശാമി മാം കൃതൈഷാ വിധവാലങ്കാ വയം ച കുലനന്ദന ദേഹകൃതോ അന്നം ഗൃദ്രാണാം ആത്മാ നരകഹേതവേ ശ്രീശുക ഉവാച സ്വാനാം വിഭീഷണശ്ചക്രേ കോസലേന്ദ്രാനുമോദിതഃ പിതൃമേധവിധാനേന യദുക്തം സാംപരായികം തതോ ദദർശ ഭഗവാൻ അശോകവനികാശ്രമേ ക്ഷാമാം സ്വവിരഹവ്യാധിം ശിംസപാമൂലമാസ്ഥിതാം രാമഃ പ്രിയതമാം ഭാര്യാം ദീനാം വീക്ഷ്യാന്വകമ്പത ആത്മസന്ദർശനാഹ്ലാദ വികസന്മുഖപങ്കജാം ആരോപ്യാരുരുഹേയാനം ഭ്രാതൃഭ്യാം ഹനുമദ്യുതഃ വിഭീഷണായ ഭഗവാൻ ദത്വാ രക്ഷോ ഗണേശതാം ലങ്കാമായുശ്ച കൽപ്പാന്തം യയൗ ചീർണവ്രതഃ പുരീം അവഗീര്യമാണ കുസുമൈർലോകപാലാർപ്പിതൈഃ പഥി ഉപഗീയമാനചരിതഃ ശതധൃത്യാദിഭിർമുദ ഗോമൂത്രയാവകം ശ്രുത്വാ ഭ്രാതരം വൽക്കലാംബരം മഹാകാരുണികോദപ്യത ജഡിലം സ്തണ്ഡിലേശയം ഭരതഃ പ്രാപ്തമാകർണ്യ പൗരാമാത്യ പുരോഹിതൈഃ പാദുകേ ശിരസിന്യസ്യ രാമം പ്രത്യുദ്യതോഗ്രജം നന്ദിഗ്രാമാത് സ്വശിബിരാത് ഗീതവാദിത്ര നിസ്വനൈഃ ബ്രഹ്മഘോഷേണ ച മുഹുഃ പടദ്ഭിഃ ബ്രഹ്മവാദിഭിഃ സ്വർണകക്ഷപതാകാഭിഃ ഹൈമൈശ്ചിത്രധ്വജൈരഥൈഃ സദസ്വൈരുക്മസന്നാഹൈഃ ഭടൈപുരണവർമ്മഭിഃ ശ്രേണീഭിർവാരമുഖ്യാഭിർഭൃത്യൈശ്ചൈവ പദാനുഗൈഃ പാരമേഷ്ട്യാനി ഉപാദായ പണ്യാനി ഉച്ചാവചാനി ച പാദയോർന്യപതത്പ്രേമ്ണാ പ്രക്ലിന്ന ഹൃദയക്ഷണഃ പാദുകേന്യസ്യ പുരതഃ പ്രാഞ്ജലിർബാഷ്പലോചനഃ തമാശ്ലിഷ്യ ദോർഭ്യാം സ്നാപയൻ നേത്രജൈർജലൈഃ രാമോ ലക്ഷ്മണസീതാഭ്യാം വിപ്രേഭ്യോ യേർഹസത്തമാഃ തേഭ്യഃ സ്വയം നമശ്ചക്രേ പ്രജാഭിശ്ച നമസ്കൃതഃ ദുന്വന്ദ ഉത്തരാസംഗാൻ പതിം വീക്ഷ്യ ചിരാഗതം ഉത്തരാഖോസലാമാല്യൈഃ കിരന്തോ നൃദുർമുദാം പാദുകേ ഭരതോ അഗൃഹ്ണാത് ചാമരവ്യജനോത്തമേ വിഭീഷണഃ സ സുഗ്രീവഃ ശ്വേതഛത്രം മരുൽസുതഃ ധനുർനിഷംഗാൻ ശത്രുഘ്നഃ സീതാതീർത്ഥകമണ്ഡലും അഭിഭ്രത് അംഗദഖഡ്ഗം ഹൈമം ചർമ്മക്ഷരാട് നൃപം പുഷ്പകസ്ത്വന്വിതസ്ത്രീഭിഃ സ്തൂയമാനശ്ച വന്ദിഭിഃ വിരേജേ ഭഗവാൻ രാജൻ ഗ്രഹൈശ്ചന്ദ്രൈവോദിതഃ
ഭ്രാതൃഭിർനന്ദിതസ്വോപി സോത്സവാം പ്രാവിശത്പുരീം പ്രവിശ്യ രാജഭവനം ഗുരുപത്നീഃ സ്വമാതരം ഗുരൂൻ വയസ്യാവരജാൻ പൂജിതഃ പ്രത്യപൂജയത് വൈദേഹി ലക്ഷ്മണശ്ചൈവ യഥാവത് സമുപേയതുഃ പുത്രാൻ സ്വമാതരസ്താസ്തു പ്രാണാംസ്തന്വയിവോത്തിതാഃ ആരോപ്യാംഗേ അഭിഷിഞ്ചന്ത്യോ ബാഷ്പൗകൈർവിജഹുഃശുചഃ ജടാ നിർമുച്യ വിധിവത് കുലവൃദ്ധൈഃ സമം ഗുരുഃ അഭ്യഷിഞ്ചത് യദൈവേന്ദ്രം ചതുസ്സിന്ധുജലാദിഭിഃ ഏവം കൃതശിരസ്നാനഃ സുവാസാസ്രഗ്വ്യലങ്കൃതഃ സ്വലങ്കൃതൈഃ സുവാസോഭിഃ ഭ്രാതൃഭിർഭാര്യയാ ബഭൗ അഗ്രഹീദാസനം ഭ്രാത്രാ പ്രണിപത്യ പ്രസാദിതഃ പ്രജാ സ്വധർമ്മനിരതാ വർണ്ണാശ്രമഗുണാന്വിതാഃ ജുഗോപ പിതൃഭദ്രാമോ മേനിരേ പിതരം ച തം ത്രേതായാം വർത്തമാനായാം കാലഃ കൃതസമോഭവത് രാമേ രാജനി ധർമ്മജ്ഞേ സർവഭൂതസുഖാവഹേ വനാനി നദ്യോ ഗിരയോ വർഷാണി ദ്വീപസിന്ധവഃ സർവേ കാമദുഗാ ആസൻ പ്രജാനാം ഭരതർഷഭ നാദിവ്യാധിജരാഗ്ലാനി ദുഃഖശോകഭയക്ലമാഃ മൃത്യുശ്ചാനിച്ഛതാം നാസീദ് രാമേ രാജന്യദോക്ഷജേ ഏകപത്നീ വ്രതധരോ രാജർഷിചരിതഃ സ്വധർമ്മം ഗൃഹമേധീയം ശിക്ഷയൻ സ്വയമാചരത് പ്രേമണാനുവൃത്യാ ശീലേന പ്രശ്രയാവനതാ സതി ധിയാ ഹ്രിയാ ച ഭാവജ്ഞാ ഭർത്തുഃ സീതാഹരന്മനഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ രാമചരിതേ ദശമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് വീണ്ടും വീണ്ടും സുസ്വാഗതം. നാരായണ. അപ്പോ നവമസ്കന്ധം ഈശാനുകഥ. അതില് സൂര്യവംശ ചന്ദ്രവംശങ്ങൾ വർണ്ണിക്കുന്നു. ആദ്യത്തെ 13 അധ്യായങ്ങളിൽ സൂര്യവംശം വർണ്ണിക്കുന്നു. അതിൽ സൂര്യന്റെ പുത്രനായി വൈവസ്വതന്റെ പുത്രനായി വിവസ്വാന്റെ പുത്രനായി വൈവസ്വത മനു. ആ വൈവസ്വത മനുവിന്റെ പുത്രന്മാരുടെ വംശം, അതിൽ ഇക്ഷ്വാകുവിന്റെ വംശമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഇക്ഷ്വാകുവിന്റെ വംശത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ കഥകളൊക്കെ നമ്മൾ ചെറുതായി കണ്ടു. ഭഗീരഥൻ, ഗട്ടുവാങ്കൻ മുതലായ മഹാത്മാക്കളെയൊക്കെ കണ്ടു. അതിൽ ഗട്ടുവാങ്കന് ശേഷം ഉള്ള കഥയാണ് ഈ ദശമ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ഗട്ടുവാങ്കന്റെ പുത്രൻ ദീർഘബാഹു, ദീർഘബാഹുവിന്റെ പുത്രനായി രഘു, രഘുവിന്റെ പുത്രനായി അജൻ, അജന്റെ പുത്രനായി ദശരഥൻ, ദശരഥന്റെ പുത്രന്മാരായി ഭഗവാന്റെ അംശം തന്നെ 4 രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരായി അവതരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യായം ആരംഭിച്ചത്. പിന്നീട് ഒരു ശ്ലോകം കൊണ്ട് രാമന്റെ അവതാരത്തെ ചുരുക്കി രാമാവതാരം ഏകശ്ലോകത്തിലൂടെ സ്തുതിച്ചു. ഗുരുവരത്തെ തെക്തരാജ്യോ വ്യചരതനുവനം പദ്മപദ്ഭ്യാം പ്രിയായാഃ പാണിസ്പർശക്ഷമാഭ്യാം മൃജിതപദരുജോയോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാത് ശൂർപ്പണക്യാഃ പ്രിയവിരഹരുഷാരോപിതഭ്രൂവിജൃംഭത്രസ്താബ്ദിഃ ബദ്ധസേതുഃ ഗലദബദഹനഃ കോസലേന്ദ്രോവതാന്നഃ. ഈ ഒരു ശ്ലോകം
വളരെ വിശേഷപ്പെട്ട ശ്ലോകം. രാമായണത്തെ ഏകശ്ലോകത്തിൽ സംഗ്രഹിച്ച് രാമനെ പ്രാർത്ഥിക്കുന്ന കോസലേന്ദ്രോ അവതാത് നഹ, ആ കോസലേന്ദ്രൻ നമ്മെ രക്ഷിക്കട്ടെ, നഹ അവതാത് അസ്മാൻ രക്ഷതു എന്നുള്ള ആ പ്രാർത്ഥനയായിരുന്നു. മറ്റുള്ള തുടർന്നുള്ള ശ്ലോകങ്ങളും ഈ കോസലേന്ദ്രോ അവതാത് എന്നുള്ളത് ചേർത്ത് അന്വയിക്കേണ്ടതാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചു. അങ്ങനെ ചുരുക്കി പറഞ്ഞ ഒരു ശ്ലോകത്തിൽ പറഞ്ഞതിനെ പിന്നെ വിസ്തരിച്ച് ഓരോരോ കഥകളായി അല്ലെങ്കിൽ ശ്ലോകങ്ങളിലൂടെ ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നു. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, യുദ്ധകാന്ഡം എന്നുള്ള ക്രമത്തിൽ ഇടയ്ക്ക് സുന്ദരകാന്ഡം ഒരു 3 വാക്കുകളിൽ ചുരുക്കി പറഞ്ഞു എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. 12ാമത്തെ ശ്ലോകത്തില് കപിബിർ ദയിതാഗതിം തൈഹി ബുദ്ധ്വാദ. അപ്പോ തൈഹി കപിബിഹി, ആ വാനരന്മാരെ കൊണ്ട് ദയിതാഗതിം ബുദ്ധ്വ, ഭാര്യയുടെ ഗതിയെ, ഭാര്യ എവിടെ ഇരിക്കുന്നു എന്നറിഞ്ഞിട്ട്, തന്റെ പ്രിയതമയായ സീത എവിടെ ഇരിക്കുന്നു എന്നറിഞ്ഞിട്ട് പിന്നീട് ആ വാനര സൈന്യവുമായിട്ട് സമുദ്രതീരത്തേക്ക് ചെന്നു എന്നും അവിടെ സമുദ്രദേവതയായ വരുണനെ അദ്ദേഹം 3 ദിവസം ഉപാസനയിലൂടെ തപസ്സിലൂടെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചിട്ടും വരുണൻ പ്രസാദിച്ചില്ല. അപ്പൊ കോപിച്ച് കണ്ണുരുട്ടിക്കൊണ്ട് ജ്വലിച്ചുകൊണ്ട് സമുദ്രത്തെ ദഹിപ്പിക്കാനായിക്കൊണ്ട് വില്ലും അമ്പും എടുത്ത് പുറപ്പെട്ട സമയത്ത് സമുദ്രദേവത വരുണൻ തന്നെ രത്നാകരനാണ്. ആ രത്നങ്ങളുമായി വന്ന് രാമനെ സ്തുതിച്ച് പൂജിക്കുന്നതായിട്ടുള്ള 2 ശ്ലോകങ്ങള് 14ഉം 15ഉം ശ്ലോകങ്ങളിലൂടെ കണ്ടു. ആ വരുണൻ വളരെ വിനീതനായി രാമന് വഴി കൊടുക്കുന്ന, അങ്ങ് ഇഷ്ടം പോലെ കടന്നുപൊക്കോളൂ, അങ്ങ് സേതുവിനെ ബന്ധിച്ച് ലങ്കയിൽ ചെന്ന് ആ വിശ്രവസിന്റെ അവമേഹമായിരിക്കുന്ന ത്രൈലോക്യ രാവണനെ വധിച്ചാലും, വിശ്രവസ് എന്ന് പറയുന്ന ബ്രാഹ്മണന്റെ വേസ്റ്റ് ആണ് അവമേഹം, അദ്ദേഹത്തിന്റെ വിസർജ്യമായിരിക്കുന്ന പുത്രൻ എന്നുള്ള നിലയ്ക്ക് യോഗ്യനല്ല, അതുകൊണ്ടാണ് വിസർജ്യം എന്ന് പ്രയോഗിച്ചത്. അപ്പോ വിശ്രവസിന്റെ വിസർജ്യമായിരിക്കുന്ന 3 ലോകങ്ങളെയും കരയിപ്പിക്കുന്ന ആ രാവണനെ അങ്ങ് ചെന്ന് വധിച്ചാലും അങ്ങയുടെ പത്നിയെ പ്രാപിച്ചാലും അതിനായിക്കൊണ്ട് സേതുബന്ധനം ചെയ്തോളൂ. ഈ സേതു അങ്ങയുടെ യശസ്സിനെ എന്നും നിലനിർത്തുന്നതായിരിക്കും. ദിഗ്വിജയികളായിട്ടുള്ള രാജാക്കന്മാർ എല്ലാ ദിക്കുകളും ജയിച്ച് ഈ സമുദ്രതീരത്ത് വന്നു ചേരുമ്പോൾ ഈ സേതു കാണും. ആ സേതു കാണുമ്പോൾ അവരെല്ലാം ഇതാര് നിർമ്മിച്ചതാണെന്ന് ആശ്ചര്യപ്പെടും. അങ്ങനെ അങ്ങയുടെ കീർത്തി എല്ലാ ദിഗ്വിജയികളായ രാജാക്കന്മാരാൽ പോലും പ്രശംസിക്കപ്പെടും. ഗായന്തി ദിഗ്വിജയിനോ യമുപേത്യ ഭൂപാഹ. അങ്ങനെ വരുണൻ ശ്രീരാമസ്വാമിക്ക് വഴി കൊടുത്തു. ശ്രീരാമസ്വാമി അദ്രികൂടങ്ങളെ കൊണ്ട് ഉദതിയിൽ സേതുബന്ധനം ചെയ്തു. കപീന്ദ്രന്മാരാണ് അതിനുവേണ്ട പർവ്വതങ്ങളും വൃക്ഷങ്ങളുമെല്ലാം പഴക്കിക്കൊണ്ടുവന്നിട്ട് കൊടുത്തത്. അങ്ങനെ വിഭീഷണൻ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ ലങ്കയിലേക്ക് പ്രവേശിച്ചു. മുമ്പേ തന്നെ ഹനുമാൻ സ്വാമിയാൽ പകുതിയിലധികം ദഹിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ലങ്കയിലേക്ക് എന്നാണ്. ലങ്കാം വിഭീഷണ ദൃശ ആവിശത് അഗ്രദഗ്ധാം, അഗ്രദഗ്ധാം, അഗ്രേ ദഗ്ധാം, മുമ്പേ തന്നെ ദഹിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ആ ലങ്കയിലേക്ക് ശ്രീരാമസ്വാമി വിഭീഷണനാൽ നയിക്കപ്പെട്ടുകൊണ്ട് ചെന്നു ചേർന്നു. പിന്നീട് ആ ലങ്ക വാനരേന്ദ്രന്മാരുടെ സൈന്യത്താൽ എല്ലാ രീതിയിലുള്ള സ്ഥാനങ്ങളും നശിപ്പിക്കപ്പെട്ടു. വാനരേന്ദ്ര ബലരുദ്ധ വിഹാര കോഷ്ട ശ്രീ ദ്വാര ഗോപുര സദോ വളഭി വിടങ്ക നിർഭജ്യമാന ദിഷണധ്വജ ഹേമകുംഭ ശൃംഗാടക ഗജകുലൈർ ഹൃദിനീവ ഗൂർണ. ആനക്കൂട്ടം ഒരു താമര പൊയ്കയിൽ ഇറങ്ങിയാൽ എങ്ങനെ താമര പൊയ്കയെ തലകിഴായി മറിച്ച് അല്ലെ കലക്കി മറിക്കുമോ, അതുപോലെ വാനര സൈന്യം ഈ രാവണന്റെ കൊട്ടാരത്തിലുള്ള എല്ലാ വ്യവസ്ഥകളെയും നശിപ്പിച്ചു കളഞ്ഞു. ഒരു അരാജകത്വം, അവ്യവസ്ഥ ഉണ്ടാക്കി സർവവും അസ്ഥാനത്താക്കി നശിപ്പിച്ചു കളഞ്ഞു എന്നർത്ഥം. ചുഴറ്റി എറിഞ്ഞു എന്നാണ്. അങ്ങനെയുള്ള ആ യാതുദാന സൈന്യത്തെ, രാവണന്റെ രാക്ഷസ സൈന്യത്തെ
അവർ വലിയ ആയുധങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. ആ സമയത്ത് സുഗ്രീവൻ, ലക്ഷ്മണൻ, മരുസുതൻ, ഗന്ധമാതൻ, നീലൻ, അങ്കദൻ, ഋക്ഷൻ, പനസൻ മുതലായി സേനകളോടുകൂടി ചേർന്ന്, സേനാനായകന്മാരോടുകൂടി ചേർന്ന് ശ്രീരാമസ്വാമി എതിർത്തു. അതാണ് താം യാതുദാന പ്രതനാം അസിശൂല ചാപ പ്രാസൃഷ്ടി ശക്തി ശര തോമര ഗഡ്ഗ ദുർഗാം സുഗ്രീവ ലക്ഷ്മണ മരുൾസുത ഗന്ധമാത നീല അംഗത ഋക്ഷ പനസാദിഭിഹി അന്വിതോ അഗാദ്. അതുവരെയാണ് നമ്മൾ കണ്ടു നിർത്തിയിരിക്കുന്നത്. ഇനി 20-ാം ശ്ലോകം മുതൽക്ക് തുടരാം. താം യാതുദാനഭൃതനാം അത് വായിച്ചു. തേ അനീകപാരകുപതേരഭിപത്യ സർവേ ദ്വന്ദ്വം വരൂദം ഇവ പത്തിരദാശ്വയോദൈഃ ജഗ്നുർദ്രുമൈർഗിരിഗതേഷുഭിരംഗദാദ്യാഃ സീതാഭിമർശഹതമംഗളരാവണേശാൻ. തേ അനീകപാരകുപതേരഭിപത്യ സർവേ ദ്വന്ദ്വം വരൂദം ഇവ പത്തിരദാശ്വയോദൈഃ ജഗ്നുർദ്രുമൈർഗിരിഗതേഷുഭിരംഗദാദ്യാഃ സീതാഭിമർശഹതമംഗളരാവണേശാൻ. തേ അനീകപാ രഘുപതേഃ അഭിപത്യ സർവേ. രഘുപതേഃ തേ അനീകപാഃ. രഘുപതി രാമസ്വാമി, ആ ശ്രീരാമസ്വാമിയുടെ അനീകപാഃ എന്ന് പറഞ്ഞാൽ അനീകം സേന, അനീകപന്മാർ സേനയെ പാലിക്കുന്നവർ, സേനാനായകന്മാർ. അപ്പോ അങ്കദൻ മുതലായിട്ടുള്ള ഹനുമാൻ സ്വാമി അല്ലെങ്കിൽ ജാംബവാൻ മുതലായിട്ടുള്ള സേനാനായകന്മാർ എന്നർത്ഥം. അപ്പോ രഘുപതേഃ അനീകപാഃ തേ അങ്കദാദ്യാഃ. അങ്കദാദ്യാഹ എന്നുള്ളത് 3-ാമത്തെ വരിയിൽ പറഞ്ഞു. ജഗ്നുർ ദ്രുമൈർ ഗിരിഗതേഷുഭിഹി അങ്കദാദ്യാഹ. അപ്പൊ അങ്കദാദ്യാഹ രഘുപതേഃ അനീകപാഃ സർവേ എല്ലാവരും കൂടെ അഭിപത്യ. അഭിപത്യ എന്ന് പറഞ്ഞാൽ ചാടി വീണിട്ട്, അഭിപതിച്ചിട്ട്, രാക്ഷസ സൈന്യത്തിന്റെ നേർക്ക് കുതിച്ചു പാഞ്ഞിട്ട് എന്നൊക്കെ അർത്ഥം. അഭിപതിച്ചിട്ട് ഇഭ പത്തിരഥ അശ്വയോധൈഃ വരൂദം ദ്വന്ദ്വം ദ്രുമൈഃ ഗിരിഗതേഷുഭിഃ ജഗ്നുഹു. ജഗ്നുഹു എന്നാ ഹനിച്ചു, പ്രഹരിച്ചു, കൊന്നു ഒക്കെ അർത്ഥം. അപ്പോ എങ്ങനെയുള്ളതായിട്ടുള്ള സൈന്യത്തെ കൊന്നു എന്നുള്ളത്. ഇഭ പത്തിരഥ അശ്വയോധൈഃ വരൂധം. രാവണന്റെ സൈന്യം ചതുരംഗ സൈന്യമാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വാനര സൈന്യത്തില് ആനയും കുതിരയൊന്നുമില്ല, രഥങ്ങളില്ല. ശ്രീരാമസ്വാമിക്ക് പോലും സ്വന്തമായിട്ടൊരു രഥമില്ല. ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ആകെക്കൂടി ശ്രീരാമസ്വാമിക്ക് മാത്രമായിട്ട് ഇനി ഒരു രഥം വരാമുണ്ട്. അത് അടുത്ത ശ്ലോകങ്ങളിൽ പറയും. അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇന്ദ്രൻ അയച്ചു കൊടുക്കുന്ന ദേവരഥം, മാതലി എന്ന സാരഥിയോടുകൂടെ ഇന്ദ്രൻ സ്വർഗത്തിൽ നിന്ന് രാവണനോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യാനായിട്ട് രാമൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാമനും രാമസൈന്യത്തിനും വാനര സൈന്യത്തിനും ഇവരെ പോലുള്ള പ്രിവിലേജസ് ഒന്നുമില്ല. ഇവർക്ക് എല്ലാ സെറ്റപ്പും ഉണ്ട്. അവരുടെ കോട്ടയിലേക്കാണ് ചെന്നിരിക്കുന്നത്. അവർക്ക് ആനയുണ്ട്, കാലാളുണ്ട്, കുതിരയുണ്ട്, രഥമുണ്ട്. അതാണ് ഇവിടെ ഇഭ പത്തി രഥ അശ്വ എന്നുള്ള 4 ശബ്ദം കൊണ്ട് ചതുരംഗം, ചതുഹു അംഗം, 4 അംഗങ്ങളോട് കൂടിയത്. എന്തൊക്കെയാണ്? ഇഭം. ഇഭം എന്നാൽ ആന. എല്ലാറ്റിനെയും ഭഞ്ജിക്കുന്നത് കൊണ്ടാണ് ആനയ്ക്ക് ഇഭം എന്ന് പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം തകർത്ത് നശിപ്പിക്കുന്നത് കൊണ്ടാണ് ഇഭം. പത്തി എന്ന് പറഞ്ഞാൽ പദാ സഞ്ചരിക്കുന്നത് പത്തി, കാലുകൊണ്ട് സഞ്ചരിക്കുന്നവർ, അത് കാലാൾ എന്ന് പറയുന്നതിനാണ് പത്തി എന്ന് പറയുന്നത്. രഥ ശബ്ദം കൊണ്ട് രഥസൈന്യം തന്നെയാണ്. അശ്വശബ്ദം കൊണ്ട് കുതിരപ്പട. അപ്പൊ ഇഭ പത്തി രഥ അശ്വ, അങ്ങനെ 4 അംഗങ്ങളോട് കൂടിയതായിട്ടുള്ള യോധൈഹി. യോധൈഹി എന്ന് പറഞ്ഞാൽ യോദ്ധാക്കളോട്, ഭടന്മാരോട് കൂടിയ വരൂധം. വരൂധം, വരൂധിനി ഒക്കെ പറയുന്നത് സേനയുടെ പര്യായമാണ്. അപ്പൊ ആ സൈന്യത്തെ ദ്വന്ദ്വം ദ്രുമൈഹി ഗിരിഗതേഷുഭിഹി ജഗ്നുഹു. ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ നേരിട്ടിട്ട് എന്നർത്ഥമാണ്.
എതിർത്തുകൊണ്ട് ദ്വന്ദ്വയുദ്ധം ചെയ്തു എന്ന് പറയില്ല. ആ ദ്വന്ദ്വയുദ്ധം നേർക്ക് ഓരോരുത്തരോട് നേർക്ക് നിന്നുകൊണ്ട് യുദ്ധം ചെയ്തു. എന്തൊക്കെ കൊണ്ടാണ്? ഇവരുടെ കയ്യിൽ ആയുധം, വാനരന്മാരുടെ കയ്യിൽ ദ്രുമങ്ങളാണ്. ദ്രുമം വൃക്ഷങ്ങൾ, ദ്രുമൈഹി. അതുപോലെ ഗിരി, ഗദ, ഇഷുബിഹി. ഗിരിയുണ്ട്, പർവ്വതങ്ങൾ പുഴക്കി എറിയുന്നുണ്ട് വാനരന്മാര്. ഗദയുണ്ട്, ഹനുമാൻ സ്വാമിയെ പോലെ സുഗ്രീവന്റെ കയ്യില്, അംഗദന്റെ കയ്യിലൊക്കെ ഗദയുണ്ട്. ഗദാപാണികളാണ് ഇവരൊക്കെ, പ്രമുഖന്മാരായിട്ടുള്ള സേനാനായകന്മാരൊക്കെ. ഇഷുബിഹി, ഇഷുക്കൾ എന്ന് പറഞ്ഞാൽ അമ്പുകളാണ്. അത് രാമനും ലക്ഷ്മണനും അമ്പ് പ്രയോഗിക്കും. ബാക്കിയുള്ള വാനരന്മാരൊന്നും അസ്ത്രം പ്രയോഗിക്കുന്നവരല്ല. അവരൊക്കെ ഗദായുദ്ധം, വാൾ യുദ്ധം അതൊക്കെ ചെയ്യുന്നവരാണ്. പിന്നെ പർവ്വതങ്ങളെ കൊണ്ടും വൃക്ഷങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യുന്നവരാണ്. അപ്പൊ അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് പറ്റിയ ആയുധങ്ങളായിക്കൊണ്ടതാണ് ദ്രുമങ്ങൾ, ഗിരികൾ, ഗദകൾ, ഇഷുക്കൾ എന്നീ ആയുധങ്ങളോടുകൂടി ജഗ്നുഹു, ദ്വന്ദ്വം ജഗ്നുഹു, നേരിട്ട് എതിർത്ത് പ്രഹരിച്ചു, കൊല്ലാൻ തുടങ്ങി എന്നർത്ഥം. അവര് എങ്ങനെയുള്ളവരാണ് എന്ന് വിശേഷിപ്പിച്ചാണ് ആ സൈന്യത്തിനെ, രാവണ സൈന്യത്തെ ഒന്ന് വിശേഷിപ്പിച്ചു. സീതാഭിമർശ ഹതമംഗള രാവണേശാൻ. ഹതമംഗള രാവണൻ ഈശനായിരിക്കുന്നവർ ആണ് ഈ സൈന്യം. എന്നുവെച്ചാൽ രാവണന്റെ മംഗളം നശിച്ചിരിക്കുന്നു, രാവണന്റെ നല്ല കാലം കഴിഞ്ഞിരിക്കുന്നു, എല്ലാ ഐശ്വര്യവും നശിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? സീതാ അഭിമർശം കൊണ്ട്, സീതയെ സ്പർശിച്ചതുകൊണ്ട്. അഭിമർശം എന്ന് പറഞ്ഞാൽ സ്പർശിക്കുക. അപ്പൊ സീതയുടെ സമ്മതം കൂടാതെ സീതയെ സ്പർശിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ മംഗളങ്ങളെല്ലാം ഹതമായിരിക്കുന്നു, ഹനിക്കപ്പെട്ടിരിക്കുന്നു. സർവ്വ ഐശ്വര്യവും നശിച്ച ആ രാവണനാണ് ഇവരുടെയൊക്കെ ഈശൻ. ആരുടെ? ഈ അസുര സൈന്യത്തിന്റെ. അപ്പോ സീതാവിമർശത്താൽ ഹതമായ മംഗളത്തോടുകൂടിയ രാവണൻ ഈശനായിരിക്കുന്ന സൈന്യത്തെ എന്നർത്ഥം. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സൈന്യം യുദ്ധം ചെയ്യുന്നത്? രാവണന് വേണ്ടിയിട്ടാണ്. രാവണന്റെ ഐശ്വര്യമൊക്കെയോ അത് നശിച്ചുപോയി. അതുകൊണ്ട് തന്നെ സൈന്യങ്ങൾക്ക് വിജയം ഉണ്ടാവുമോ? ഇല്ല. അപ്പോ അധാർമികമായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സൈന്യം നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് നാശം ഉറപ്പിക്കുകയാണ് ഇവിടെ ഈ വാക്കുകൊണ്ട്. പാപം ചെയ്തവർക്ക് അതിന്റെ ഫലം ഉടനെ തന്നെ ലഭിക്കുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്നു. സീതാഭിമർശ ഹതമംഗള രാവണേശാൻ വരൂഥം. അങ്ങനെയുള്ള സൈന്യത്തെ ഇവരെല്ലാവരും കൂടി അവരുടേതായിട്ടുള്ള ആയുധങ്ങളെ കൊണ്ട് പ്രഹരിച്ചു, കൊന്നൊടുക്കാൻ തുടങ്ങി എന്ന്. തേനീകപാരകുപതേരഭിപത്യ സർവേ ദ്വന്ദ്വം വരൂദം ഇവ പത്തിരദാശ്വയോധൈഃ ജഗ്നുർദ്രുമൈർഗിരിഗദേഷുഭിരംഗദാദ്യാഃ സീതാഭിമർശ ഹതമംഗള രാവണേശാൻ. രക്ഷഃപതി സ്വബലനഷ്ടിം അവേക്ഷ്യ രുഷ്ടഃ ആരുഹ്യ യാനകം അഗാഭിസസാര രാമം സ്വസ്യന്തനേ ദ്യുമതിമാതലിനോപനീതേ വിഭ്രാജമാനം അഹനൻ നിശിതൈക്ഷുരപ്രൈഃ. രക്ഷഃപതി സ്വബലനഷ്ടിം അവേക്ഷ്യ രുഷ്ടഃ ആരുഹ്യ യാനകം അഗാഭിസസാര രാമം സ്വസ്യന്തനേ ദ്യുമതിമാതലിനോപനീതേ വിഭ്രാജമാനമഹനത് നിശിതൈക്ഷുരപ്രൈഃ. രക്ഷഃപതി, രക്ഷസ്സുകളുടെ പതി രാവണൻ, രാക്ഷസന്മാരുടെ നായകനായിട്ടുള്ള ആ രാവണൻ സ്വബല നഷ്ടിം അവേക്ഷ്യ. സ്വബല നഷ്ടിം, സ്വബലം സ്വന്തം സൈന്യം, അതിന്റെ നഷ്ടി എന്ന് പറഞ്ഞാൽ നഷ്ടം തന്നെ, നാശം തന്നെ. അപ്പൊ സ്വന്തം സൈന്യത്തിന്റെ നാശത്തെ അവേക്ഷ്യ കണ്ടിട്ട് രുഷ്ടഃ, കോപമുള്ളവനായി, രോഷമുള്ളവനായി ഭവിച്ചു. രുഷ്ടഃ, ക്രോധമുള്ളവനായി ഭവിച്ചു. എന്നിട്ടോ അദ്ദേഹം നേരിട്ട് യുദ്ധത്തിന് വരികയാണ്. ഇതുവരെ അദ്ദേഹത്തിന്റെ സൈന്യങ്ങളാണ് വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോ തന്റെ ബലം നശിക്കുന്നത് കണ്ട്, തന്റെ സൈന്യം നശിക്കുന്നത് കണ്ട് കോപത്തോടു കൂടിയതായിട്ടുള്ള രാവണൻ ആരുഹ്യ യാനകം, തന്റെ യാനകം ആരുഹ്യ, യാനകം വാഹനം, ഇവിടെ പുഷ്പക വിമാനം എന്ന് വേണം എടുക്കാം. അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറിക്കൊണ്ട് അഭിസസാരാരാമം, രാമം അഭിസസാര, രാമന്റെ നേർക്ക് പാഞ്ഞു വന്നു. അഭിസരിക്കുക എന്ന് പറഞ്ഞാൽ നേർക്ക് വരിക, നേർക്ക് പാഞ്ഞു വരിക എന്നൊക്കെ അർത്ഥം. രാമന്റെ നേർക്ക് തന്റെ വാഹനത്തിൽ പാഞ്ഞു വന്നു. അങ്ങനെ വലിയ വാഹനത്തിലിരുന്ന്
രാവണൻ യുദ്ധം ചെയ്യുമ്പോഴോ രാമൻ നിലത്ത് നിന്നായിരുന്നു യുദ്ധം ചെയ്തിരുന്നത്. അപ്പൊ അതെന്തായി? ആ രാമനെ രാവണന് തുല്യനാക്കി ചെയ്യാൻ വേണ്ടി ഇന്ദ്രൻ തന്റെ സാരഥിയായ മാതലിയോടുകൂടി തന്റെ സ്യന്തനത്തെ സ്വർഗത്തിൽ നിന്ന് അയച്ചു കൊടുക്കുന്നതാണ് സ്വസ്യന്തനെ. സ്വഹസ്യന്തനെ, സ്വഹ എന്നുള്ളത് സ്വർഗത്തെ സൂചിപ്പിക്കുന്നു. സ്വർ ഭൂർഭുവ സ്വഹ, ആ സ്വർലോകത്തിലെ സ്യന്തനം, സ്വർഗത്തിലെ സ്യന്തനം, സ്വർഗത്തിൽ നിന്നുള്ള രഥം. അതെങ്ങനെയുള്ളത്? ദ്യുമതി, വളരെ കാന്തിയുള്ളത്, ദ്യുമത്തായിരിക്കുന്നത്, ശോഭിക്കുന്നത് എന്നർത്ഥം. ആ ശോഭയുള്ളതായിട്ടുള്ള ആ സ്വസ്യന്തനം മാതലിന ഉപനീതേ. മാതലി എന്ന സാരഥിയാൽ, ഇന്ദ്രന്റെ സാരഥിയാണ് മാതലി, ആ മാതലിയാൽ ഉപനീതേ സതി, ഉപനീതമായപ്പോൾ, അടുത്തേക്ക് കൊണ്ടുവരപ്പെട്ടപ്പോൾ രാമൻ അതിൽ കയറി. അതാണ് വിഭ്രാജമാനം. ആ രഥത്തിൽ കയറി ശോഭിക്കുന്നവനായിത്തീർന്നു, തിളങ്ങുന്നവനായിത്തീർന്നു, സൂര്യനെ പോലെ ശോഭിക്കുന്നവനായിത്തീർന്നു. എന്നിട്ട് അങ്ങനെ ശോഭിക്കുന്ന രാമനെ നിശിതൈഹി ക്ഷുരപ്രൈഹി അഹനത്, നിശിതങ്ങളായ മൂർച്ചയേറിയതായിട്ടുള്ള ക്ഷുരപ്രങ്ങൾ, അസ്ത്രങ്ങളെ കൊണ്ട് അഹനത് ഹനിച്ചു. ആര്? രുഷ്ട രാവണ രക്ഷപതി. ഇവിടെ ഈ ശ്ലോകത്തിലെ കർത്താവ് രക്ഷപതിയാണ്, രാക്ഷസനാണ്, രാക്ഷസ രാജാവാണ്. അദ്ദേഹം രാമനെ പ്രഹരിച്ചു എന്നാണ്. എവിടെ ഇരിക്കുന്ന രാവണനെ? ഈ സ്വർഗത്തിൽ നിന്ന് ഇന്ദ്രൻ അയച്ചു കൊടുത്തതായിട്ടുള്ള രഥത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന ശോഭിക്കുന്നതായിട്ടുള്ള രാമന്റെ നേർക്ക് അസ്ത്രങ്ങളെ പ്രയോഗിച്ച് രാമനെ പ്രഹരിച്ചു. രാമം അഹനത് എന്നർത്ഥം. വിഭ്രാജമാനം രാമം നിശിതൈഹി ക്ഷുരപ്രൈഹി അഹനത്, മൂർച്ചയേറിയ ആയുധങ്ങളെ കൊണ്ട്, അസ്ത്രങ്ങളെ കൊണ്ട് പ്രഹരിച്ചു. സ്വർഗത്തിൽ നിന്ന് ഇന്ദ്രൻ ഈ രഥം അയച്ചു കൊടുത്തപ്പോ രാവണന് നല്ല ദേഷ്യം വന്ന് മുകളിലേക്കൊരു നോട്ടമുണ്ട്. മുകളിൽ ആകാശത്ത് ദേവന്മാരെല്ലാം യുദ്ധം കാണാൻ വന്ന് നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ഇന്ദ്രനും ഉണ്ട്. ആ ഇന്ദ്രനെ നോക്കിക്കൊണ്ട്, ആഹാ, നീ ഇനിയും എന്നിൽ നിന്ന് പാഠം പഠിച്ചിട്ടില്ല അല്ലേ? നിന്നെ ഞാൻ പല പ്രാവശ്യം പരാജയപ്പെടുത്തിയാണ്, നീ ഇപ്പൊ എനിക്കിട്ട് പാര വെച്ചിരിക്കണു അല്ലേ എന്നുള്ള മട്ടില് നിന്നെ വെച്ചിട്ടുണ്ട്. രാമന്റെ പണി കഴിച്ചിട്ട് വേണം നിന്നെ ശരിയാക്കാൻ എന്ന മട്ടില് ഒന്ന് നോക്കുന്നുണ്ട്. തീക്ഷ്ണമായിട്ടുള്ള ഒരു നോട്ടം. അത് വാൽമീകി രാമായണത്തിലും അധ്യാത്മ രാമായണത്തിലും കാണാം. ആ ഒരു പ്രതികാര ബുദ്ധിയോടെ ഇന്ദ്രനെ കോപത്തോടെ നോക്കുന്നതായിട്ടുള്ളൊരു നോട്ടം. അപ്പൊ എന്തായാലും ഇവിടെ രാമന്റെ നേരെ നിശിതങ്ങളായ അസ്ത്രങ്ങളെ പ്രയോഗിച്ച് രാമനെ ആക്രമിക്കുന്നു. രാമസ്തമാഹ പുരുഷാദ പുരീഷ യന്നഃ കാന്താസമക്ഷമസതാപഹൃദാശ്വഭക്തേ ത്യക്തത്ര പശ്യ ഫലമദ്യ ജുഗുപ്സിതസ്യ യച്ഛാമി കാല ഇവ കർത്തുരലംഘ്യ വീര്യഃ. രാമസ്തമാഹ പുരുഷാദ പുരീഷ യന്നഃ കാന്താസമക്ഷമസതാപഹൃദാശ്വഭക്തേ ത്യക്തത്ര പശ്യ ഫലമദ്യ ജുഗുപ്സിതസ്യ യച്ഛാമി കാല ഇവ കർത്തുരലംഘ്യ വീര്യഃ. രാമഃ തം ആഹ, രാമൻ തം, ആ രാവണനോട് ആഹ ഇപ്രകാരം പറഞ്ഞു. അപ്പൊ രാമനെ അസ്ത്രങ്ങളെ കൊണ്ട് പ്രയോഗിക്കുമ്പോ രാമൻ രാവണനെ നോക്കി ഇങ്ങനെ പറയുകയാണ്. എന്താ പറയുന്നത്? രാവണനെ വിളിക്കുന്ന പേര് തന്നെ വളരെ മോശം. പുരുഷാദ പുരീഷ. പുരുഷാദ പുരീഷ, പുരുഷാദന്മാരെന്ന് പറഞ്ഞാൽ നരഭോജികൾ. പുരുഷാൻ അത്തീതി പുരുഷാദ, മനുഷ്യരെ ഭുജിക്കുന്നവരാണ് പുരുഷാദന്മാർ, രാക്ഷസന്മാർ. പുരീഷം എന്ന് പറഞ്ഞാൽ മലം. അപ്പോ ഹേ രാക്ഷസ മാലിന്യമേ, രാക്ഷസാധമാ എന്നുള്ള അർത്ഥത്തില് രാക്ഷസന്മാരുടെ മലമേ. രാക്ഷസന്മാരിലും നല്ലവരൊക്കെ ഉണ്ട്. വിഭീഷണൻ രാക്ഷസ വംശത്തിൽ പറഞ്ഞിട്ടും എത്രയോ ശ്രേഷ്ഠനായിട്ടുണ്ട്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ടവനെ എന്നുള്ള അർത്ഥത്തിലാണ് പുരുഷാദ പുരീഷ എന്ന് സംബോധന. ഹേ പുരുഷാദ പുരീഷ, യത് എന്തെന്നാൽ നഹ കാന്ത അസമക്ഷം അസത അപഹൃത സ്വവത് തേ. യത് എന്തെന്നാൽ നഹ എന്ന് പറഞ്ഞാൽ എന്റെ, അസ്മാകം
കാന്ത, എന്റെ ഭാര്യ അസമക്ഷം, അസമക്ഷം എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്തില്ലാത്തപ്പോൾ, സമക്ഷത്തിലില്ലാത്തപ്പോൾ, എന്റെ കണ്ണിന് മുമ്പിലല്ലാതെ എന്നെ ദൂരേക്ക് കബളിപ്പിച്ച് അകറ്റിയിട്ട് എന്റെ അഭാവത്തിലല്ലേ കള്ള നീ എന്റെ പത്നിയെ തട്ടിക്കൊണ്ടുപോകുന്നത്? അസതാ അപഹൃത, അസത്തായ നിന്നാൽ അപഹരിക്കപ്പെട്ടു മമ കാന്ത. ഏതുപോലെ? സ്വവത്, സ്വവത് എന്ന് പറഞ്ഞ ഒരു നായിനെ പോലെ. നായ്ക്കൾ എങ്ങനെയാണോ യജമാനന്മാരുടെ ശ്രദ്ധയില്ലാത്തപ്പോ അവരുടെ എന്താ പറയുക ഭക്ഷണങ്ങളൊക്കെ അപഹരിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ യാഗത്തില് യജ്ഞത്തിനൊക്കെ ആയിട്ട് ഹവിസ് തയ്യാറാക്കി വെച്ചിരിക്കുമ്പോൾ ആ അശ്രദ്ധയോടുകൂടി ഇരുന്നു കഴിഞ്ഞാല് ആ യാഗശാലയിലേക്ക് നായ്ക്കൾ കടന്നു കയറി ആ യാഗത്തിന് ഹോമിക്കാൻ വെച്ചിരിക്കുന്നതായിട്ടുള്ള ഹവിസിനെ എടുത്തുകൊണ്ട് ആ പാത്രത്തോടെ എടുത്തുകൊണ്ട് സ്ഥലം വിടും. നേരിട്ട് എടുക്കാൻ ധൈര്യമില്ല നായ്ക്കൾക്ക്, മറ്റുള്ളവരുടെ അഭാവത്തിലേ അത് എടുക്കുകയുള്ളൂ. അപ്പൊ അതുപോലെ ഒരു നായിനെ പോലെ കള്ളത്തരത്തില് ചതിയിൽ വന്ന് നീ എന്റെ പത്നിയെ എന്റെ അസമക്ഷത്തിലല്ലേ കാട്ടോണ്ടുപോയത് കള്ള പുരുഷാത പുരീഷ ഇത് നഹ കാന്ത അസമക്ഷം അസത അപഹൃത സ്വപത്തെ. അങ്ങനെയുള്ള തെക്തത്രപസ്യ, ത്രപയില്ലാത്തവന്റെ, നാണം കെട്ടവന്റെ എന്നർത്ഥം. ത്രപ എന്നാൽ നാണം, ലജ്ജ. തെക്തത്രപസ്യ, ലജ്ജയില്ലാത്തവനായ നിന്റെ, ജുഗുപ്സിതസ്യ, എല്ലാവരാലും നിന്ദിക്കപ്പെടുന്നവനാണ് നീ. എല്ലാവരും നിന്നെ നോക്കി ജുഗുപ്സ കാണിക്കും, അറപ്പോടെ നിന്നോട് പെരുമാറും. അങ്ങനെയുള്ള നിനക്ക് ഫലം അദ്യയച്ഛാമി, നീ ചെയ്ത പ്രവൃത്തിയുടെ ഫലം ഇപ്പൊ തന്നെ ഞാൻ നൽകുന്നുണ്ട്. അദ്യയച്ഛാമി. ഏതുപോലെ? കാലഹ ഇവ കർത്തുഹു അലംഗ്യവീര്യ, അലംഗ്യവീര്യ കാലഹ കർത്തുഹു ഇവ. അലംഗ്യവീര്യ കാലഹ, അലംഗ്യവീര്യനാണ് കാലൻ. കാലശബ്ദത്തിന് കാലം എന്നും യമൻ എന്നും രണ്ടർത്ഥത്തിൽ കൊടുക്കാം. അലംഗ്യവീര്യം എന്ന് പറഞ്ഞാൽ ആർക്കും ആ കാലത്തിന്റെ ഗതിയെ, പരാക്രമത്തെ തടയാനാവില്ല. അങ്ങനെ ആർക്കും തടയാൻ കഴിയാത്ത കാലം എങ്ങനെയാണോ ഓരോ പ്രവൃത്തി ചെയ്യുന്നവർക്കും അതാത് കർത്താവിന് അതാത് കർമ്മബലത്തെ എത്തിച്ചു കൊടുക്കുന്നത്, ആള് മാറാതെ തെറ്റാതെ തന്നെ കർത്താവിന് തന്നെ ഫലം എത്തിക്കുന്ന ഒരു നിമിത്തമാണ് കാലം. അതിന്റെ ദേവതയാണ് കാലൻ. കാലത്തെ നിയന്ത്രിക്കുന്ന ദേവതയാണ് കാലൻ. അപ്പൊ കാലൻ എങ്ങനെയാണോ യഥാർത്ഥ കർത്താവിന് തന്നെ അർഹിക്കുന്ന ബലത്തെ സ്വർഗമായോ നരകമായോ ഏത് ദുരിതമായോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അലംഗ്യവീര്യനായിട്ടുള്ള കാലം ബലം കൊടുക്കുന്നത് പോലെ. അപ്പോ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. ആർക്കും അവരവരുടെ കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. കർമ്മബലം എല്ലാവരാലും അവശ്യം അനുഭവിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള നിനക്ക് കാലം കർത്താവിന് ഫലം കൊടുക്കുന്നത് പോലെ ഞാൻ ജുഗുപ്സിതനായ ലജ്ജയില്ലാത്തവനായിട്ടുള്ള നിനക്ക് നിന്റെ അർഹിക്കുന്ന ഫലം ഞാൻ ഇപ്പോ നൽകുന്നതാണ്, നിന്നെ ഞാൻ ശരിയാക്കുന്നതാണ് എന്ന് രാമൻ രാവണനെ നോക്കി പറഞ്ഞു എന്നർത്ഥം. രാമസ്തമാഹ പുരുഷാദ പുരീഷ എന്ന കാന്താസമക്ഷമസതാപഹൃത സ്വപത്തേ തെക്തത്രപസ്യ ബലമദ്യ ജുഗുപ്സിതസ്യ യച്ഛാമി കാല ഇവ കർത്തുരലംഗ്യവീര്യ. ഏവം ക്ഷിപൻ ധനുഷി സന്ധിതമുത്സസർജ ബാണം സ വജ്രമിവ തദ്ഹൃദയം ബിഭേദ സ്വാസിഗ്വമൻ ദശമുഖൈർന്യപതദ്വിമാനാത് ഹാഹേതി ജൽപതി ജനേ സുകൃതീവ റിക്തഃ. ഏവം ക്ഷിപൻ ധനുഷി സന്ധിതമുത്സസർജ ബാണം സ വജ്രമിവ തദ്ഹൃദയം ബിഭേദ സ്വാസൃഗ്വമൻ ദശമുഖൈർന്യപതദ്വിമാനാത് ഹാഹേതി ജൽപതി ജനേ സുകൃതീവ റിക്തഃ. ഏവം ക്ഷിപൻ, ഇങ്ങനെ ക്ഷേപിച്ചുകൊണ്ട്, ആര്? രാമൻ രാവണനെ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട്, നാണം കെട്ടവനെ, നായിനെ പോലെ പണിയെടുത്തവനെ, പുരുഷാദ പുരീഷ എന്നൊക്കെ പറഞ്ഞ് നിന്ദിച്ചുകൊണ്ട്, ക്ഷിപൻ ക്ഷേപിച്ചുകൊണ്ട്, ധനുഷി സന്ധിതം ഉത്സസർജ ബാണം,
ധനുഷി സന്ധിതം ബാണം ഉത്സസർജ. ധനുസ്സിൽ സന്ധാനം ചെയ്യുക, ചേർത്ത് തൊടുക്കുക, ഞാൻ വലിച്ച് തൊടുത്ത് പിടിച്ചതായിട്ടുള്ള ആ ബാണത്തെ ഉത്സസർജ, രാവണന്റെ നേർക്ക് ഉത്സർജിച്ചു, പ്രയോഗിച്ചു. ആ ബാണമോ സഹ വജ്രമിവ തദ് ഹൃദയം ബിഭേദ. വജ്രായുധം, ഇന്ദ്രന്റെ കയ്യിലെ വജ്രായുധത്തിന് മറുപടിയില്ല, തടുക്കാൻ ആർക്കും ആവില്ല, അത്ര ശക്തിയേറിയതാണ്. അങ്ങനെയുള്ള വജ്രായുധം എങ്ങനെയാണോ വൃത്രാസുരനെയൊക്കെ പിളർന്നത്, അതുപോലെ ഈ രാവണന്റെ ഹൃദയത്തെ അത് പിളർന്നു. ഏത് പിളർന്നു? രാമബാണം. രാമൻ പ്രയോഗിച്ച ബാണം വജ്രം പോലെ, വജ്രായുധം പോലെ അവന്റെ ഹൃദയത്തെ ഭേദിച്ചു. തദ് ഹൃദയം വിഭേദ. സഹ അസൃഗ്വമൻ ദശമുഖൈഹി. സഹ ആ രാവണ ദശമുഖൈഹി അസൃഗ്വമൻ, 10 വായുകളിൽ നിന്നും ചോര വമിച്ചുകൊണ്ട്, ചോര ഛർദിച്ചുകൊണ്ട് എന്നർത്ഥം. അപ്പൊ 10 മുഖങ്ങളിൽ നിന്നും ചോര വരുന്നുണ്ട് പുറത്തേക്ക്, ചോര ഛർദിക്കുന്നുണ്ട്, രക്തം ഛർദിക്കുന്നുണ്ട്. എന്നിട്ട് ന്യപതത് വിമാനാത്, വിമാനാത് ന്യപതത്, ആ പുഷ്പക വിമാനത്തിൽ നിന്ന് താഴേക്ക് നിപതിച്ചു. ഏതുപോലെ? സുഹൃതീവ റിക്ത. റിക്ത സുഹൃതീ ഇവ, റിക്തനായ സുഹൃതിയെ പോലെ എന്ന് പറയുന്നുണ്ട്. എന്താ റിക്തൻ? റിക്തൻ എന്ന് പറഞ്ഞാല് നമ്മുടെ കയ്യിൽ ധനമെല്ലാം ഉള്ളത് ചെലവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാലിയാവും, പാപ്പരാവും. ആ പാപ്പരായ അവസ്ഥയാണ് റിക്തത. അപ്പൊ റിക്തൻ എന്ന് പറഞ്ഞാൽ എല്ലാം കയ്യിൽ കഴിഞ്ഞവൻ, ഒന്നുമില്ലാതായവൻ, നിഷ്കിഞ്ചനായവൻ. ഇവിടെ സുകൃതി എന്ന് ഉള്ളതിനെ വിശേഷിപ്പിച്ചതാണ് റിക്ത. എന്താ സുകൃതി? സുകൃതി എന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്തവൻ. അപ്പൊ പുണ്യം ചെയ്തവൻ സ്വർഗത്തിലേക്ക് പോകും. ആ പുണ്യമെല്ലാം ക്ഷയിച്ചു കഴിഞ്ഞാലോ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്ന് ഗീതയിൽ പറയും. പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അവിടെയുള്ളവർ തള്ളിവിടും. പുണ്യം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു നിമിഷം താമസിക്കാൻ പറ്റില്ല, അവിടെ നിന്ന് തള്ളിവിടും ദേവന്മാരൊക്കെ കൂടിയിട്ട്. അപ്പൊ അങ്ങനെ പുണ്യം ക്ഷയിച്ചവനായിട്ടുള്ള ഒരുവൻ എങ്ങനെയാണോ സ്വർഗത്തിൽ നിന്ന് താഴോട്ട് പതിക്കുന്നത്, അതുപോലെ ഇത്രയും കാലം അവന്റെ ഏതൊക്കെയോ തപസ്സിന്റെയും പുണ്യത്തിന്റെയും ഫലമായിട്ട് അവൻ ഐശ്വര്യത്തോടുകൂടി ഇരുന്നു. ഇപ്പോ സർവ്വ ഐശ്വര്യങ്ങളും നശിച്ച് അവൻ ആ പുഷ്പക വിമാനത്തിൽ നിന്ന് മരിച്ചു വീഴുകയാണ്, ശവമായി വീഴുകയാണ്. അതാണ് റിക്തഃ സുകൃതീവ. ആ വിമാനാത് ന്യപതത്. ആ സമയത്ത് വേറെന്തുകൂടി സംഭവിച്ചു? ഹാ ഹാ ഇതി ജൽപതി ജനേ. ജനേ ജൽപതി സതി, ജനങ്ങൾ ജൽപ്പിക്കുന്നുണ്ട് ആ സമയത്ത്. എന്താ ജൽപ്പനം അവരുടെ? ഹാ 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 എന്ന്. കഷ്ടം കഷ്ടം കഷ്ടം. എത്ര ഉയരത്തിലിരുന്ന ആളാണ്, എന്തൊരു ഐശ്വര്യത്തോടുകൂടെ, ഏതൊരു മഹത്വത്തോടുകൂടെ ഇരുന്ന ആളാണ്. കുബേരനെ പോലും തോൽപ്പിച്ച്, ഇന്ദ്രനെ പോലും തോൽപ്പിച്ച്, ഇന്ദ്രനെ ജയിക്കുന്ന മകനുള്ള, ഇന്ദ്രജിത്ത് എന്ന മകനുള്ളതായിട്ടുള്ള 3 ലോകങ്ങളെയും കിടുകിടാന്ന് ഉറപ്പിച്ച ചന്ദ്രചൂഡന്റെ ഭക്തനായിട്ടുള്ള 10 തലയുള്ള രാവണൻ ഇതാ ഇപ്പൊ ഈ അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. കഷ്ടം 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 എന്ന് കാണുന്ന ജനങ്ങളെല്ലാം വിളിച്ചു കൂവുന്ന, അതാണ് ഹാ ഹാ ഇത് ജൽപതി ജനേ. ജനങ്ങൾ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്ഷീണപുണ്യനായ ഒരു സുഹൃതി സ്വർഗത്തിൽ നിന്ന് പതിക്കുന്നത് പോലെ രാവണൻ വിമാനത്തിൽ നിന്ന് താഴോട്ട് പതിച്ചത്. 10 മുഖങ്ങളിൽ നിന്നും 10 മുഖങ്ങളിൽ നിന്നും അസൃക്ക് വമിച്ചുകൊണ്ട് എന്നർത്ഥം, രക്തം വമിച്ചുകൊണ്ട് താഴോട്ട് തലകീഴായി പതിച്ചു. ഏവം ക്ഷിപൻ ധനുഷി സന്ധിതമുത്സസർജ ബാണം സവജ്രമിവ തദ്ഹൃദയം ബിഭേദ സ്വാസൃഗ്വമന്ദസമുഖൈർന്യപതദ്വിമാനാത് ഹാഹേതി ജൽപതി ജനേ സുകൃതീവ റിക്തഃ. തതോ നിഷ്ക്രമ്യ ലങ്കായാഃ യാതുധാന്യസഹസ്രശഃ മന്ദോദര്യാ സമം തസ്മിൻ പ്രരുദത്യ ഉപാദ്രവൻ. തതോ നിഷ്ക്രമ്യ ലങ്കായാഃ യാതുധാന്യസഹസ്രശഃ മന്ദോദര്യാ സമം തസ്മിൻ പ്രരുദത്യ ഉപാദ്രവൻ. തതഃ അനന്തരം മന്ദോദര്യാഃ സമം, മന്ദോദര്യാ സമം, മന്ദോദരിയോടുകൂടെ യാതുധാന്യഃ സഹസ്രശഃ
ആയിരക്കണക്കിന് രാക്ഷസ സ്ത്രീകൾ യാതുദാനികള് പ്രരുദത്യ പ്രകർഷേണ രോദനം കൃത്വ നന്നായി ഭാവിട്ട് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ലങ്കായാഹ നിഷ്ക്രമ്യ ലങ്കയിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ടോ തസ്മിൻ ഉപാദ്രവൻ ആ രാവണൻ വീണ് കിടക്കുന്ന ആ സ്ഥാനത്തേക്ക് പാഞ്ഞു ചെന്നു. എന്ന് പറഞ്ഞാൽ സമീപത്തേക്ക്, ആദ്രവൻ ദ്രവിച്ചു, പാഞ്ഞു എന്നർത്ഥം. രാവണൻ വീണ് കിടക്കുന്നിടത്തേക്ക് അദ്ദേഹത്തിന്റെ പത്നിമാരായി ആയിരക്കണക്കിന് സ്ത്രീകളുണ്ട്. എല്ലാവരും മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് തങ്ങളുടെ ഭർത്താവ് പോയി, ലങ്കേശൻ പോയി, തങ്ങൾ അനാഥകളായി എന്നുള്ള ഭീതിയോടെ എല്ലാ ഐശ്വര്യവും നഷ്ടപ്പെട്ട് ആ സ്ത്രീകള്, വിധവകളായ സ്ത്രീകള് ഓടി വന്ന് അദ്ദേഹത്തിന്റെ ചുറ്റും വീണ് കിടന്ന് കരയുകയാണ് എന്ന് സൂചിപ്പിക്കാം. തതോ നിഷ്ക്രമ്യ ലങ്കായാഹ യാതുധാന്യ സഹസ്രശഃ മന്ദോദര്യാ സമം തസ്മിൻ പ്രരുദത്യ ഉപാദ്രവൻ സ്വാൻ സ്വാൻ ബന്ധൂൻ പരിഷ്വജ്യ ലക്ഷ്മണേഷുഭിർ അർദ്ദിതാൻ രുരുദുസ്സുസ്വരം ദീനാഃ ഗ്നന്ദ്യ ആത്മാനമാത്മനാ. സ്വാൻ സ്വാൻ ബന്ധൂൻ പരിഷ്വജ്യ ലക്ഷ്മണേഷുഭിർ അർദ്ദിതാൻ രുരുദുസ്സുസ്വരം ദീനാ ഗ്നന്ദ്യ ആത്മാനമാത്മനാ. സ്വാൻ സ്വാൻ ബന്ധൂൻ പരിഷ്വജ്യ, ഓരോ സ്ത്രീകളും അവരവരുടെ ബന്ധുക്കളെ ആലിംഗനം ചെയ്തുകൊണ്ട്, എന്നുവെച്ചാൽ പലരും വീണ് കിടപ്പുണ്ട്, മരിച്ചു കിടപ്പുണ്ട്. അവരുടെ ബന്ധുക്കൾ ഭർത്താക്കന്മാരാവാം, പുത്രന്മാരാവാം, അച്ഛന്മാരാവാം, സഹോദരന്മാരാവാം, അമ്മാവന്മാരാവാം. അവരുടെയൊക്കെ മൃതശരീരങ്ങളെ ചേർത്ത് പിടിച്ച് നർത്തം. അതാണ് സ്വാൻ സ്വാൻ ബന്ധൂൻ പരിഷ്വജ്യ. അവരെങ്ങനെ വീണവരാണ്? ലക്ഷ്മണ ഇഷുബിഹി അർദ്ദിതാൻ, ലക്ഷ്മണേഷുബിഹി അർദ്ദിതാൻ, ലക്ഷ്മണന്റെ അസ്ത്രങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടവർ, മർദ്ദിക്കപ്പെട്ടവർ, വധിക്കപ്പെട്ടവർ എന്നർത്ഥം. അപ്പൊ ലക്ഷ്മണ ബാണങ്ങളേറ്റ് വീണവരുമായിട്ടുള്ള രാക്ഷസന്മാരെ, ബന്ധുക്കളെയെല്ലാം ചേർത്ത് പിടിച്ച് രുരുദുസ്സുസ്വരം ദീനാഹ, ദീനരായിട്ടുള്ള അവര് സുസ്വരം രുരുദു, നല്ല ഉച്ചത്തിൽ, നല്ല സ്വരത്തില് രോദനം ചെയ്തു, വാവിട്ട് നിലവിളിച്ച് കരഞ്ഞു. എങ്ങനെ? ഗ്രന്ഥ്യ ആത്മാനം ആത്മന, ആത്മാനം ആത്മന ഗ്നന്ഥ്യ. ഗ്നന്ഥ്യ എന്ന് പറഞ്ഞാല് ഹനിക്കുന്നവർ, അടിക്കുന്നവർ. എവിടെ? ആത്മാനം, അവനവനെ തന്നെ. ആത്മന ഗ്നന്ഥ്യ, തന്നെത്താൻ പ്രഹരിക്കുന്നവരായിട്ട്. അപ്പൊ തലയിലടിച്ചും മാറത്തടിച്ചും നിലവിളിക്കുന്നവർ എന്നർത്ഥം. അപ്പൊ അവർ തന്നെ അവരുടെ കൈകൾ കൊണ്ട് സ്വയം പ്രഹരിക്കുന്നവരായിട്ട്, മാറത്തും തലയിലും അടിക്കുന്നവരായിട്ട്, കഷ്ടം കഷ്ടം, ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടുവല്ലോ, ഞങ്ങളുടെ ബന്ധുക്കൾ നഷ്ടപ്പെട്ടുവല്ലോ, ഭർത്താവ് നഷ്ടപ്പെട്ടുവല്ലോ, സഹോദരൻ നഷ്ടപ്പെട്ടുവല്ലോ, പിതാവ് നഷ്ടപ്പെട്ടുവല്ലോ, പുത്രൻ നഷ്ടപ്പെട്ടുവല്ലോ എന്നെല്ലാം പറഞ്ഞ് ദീനകളായി വാവിട്ട് നിലവിളിച്ചു കരയുന്നു ഈ സ്ത്രീകള്. സ്വാൻ സ്വാൻ ബന്ധൂൻ പരിഷ്വജ്യ ലക്ഷ്മണേഷുഭിർ അർദ്ദിതാൻ രുരുദുസ്സുസ്വരം ദീനാഗ്നന്ദ്യ ആത്മാനമാത്മനാം. ഹാഹതാസ്മ വയം നാഥ ലോകരാവണ രാവണ കം യായാത് ശരണം ലങ്കാ ത്വദ്വിഹീന പരാർദ്ദിതാ. ഹാഹതാസ്മ വയം നാഥ ലോകരാവണ രാവണ കം യായാത് ശരണം ലങ്കാ ത്വദ്വിഹീന പരാർദ്ദിതാ. അവരുടെ നിലവിളി, അവർ രുരുതു എന്ന് പറഞ്ഞേ, രോദനം ചെയ്തു എന്ന് പറഞ്ഞേ, അവരുടെ രോദനം വർണ്ണിക്കുകയാണ്. 26, 27, 28 3 ശ്ലോകങ്ങളെ കൊണ്ട് ആ വിധവകളായി തീർന്ന രാക്ഷസ സ്ത്രീകളുടെ നിലവിളി, കരച്ചിലാണത്. ഹാ ഹതാസ്മ വയം നാഥ, ഹേ നാഥ, ഞങ്ങളുടെ നാഥനായിരുന്ന, രക്ഷകനായിരുന്ന ഹേ രാവണ. അദ്ദേഹത്തെ സംബോധനയുണ്ട് ലോകരാവണ, ലോകരാവണ, ലോകങ്ങളെ മുഴുവൻ കരയിപ്പിക്കുന്നവനെ. ലോകാൻ രാവയതീതി ലോകരാവണ, ലോകങ്ങളെ കരയിപ്പിക്കുന്നവനായിരുന്നു രാവണ. രാവണ, രാവണ എന്നുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ പേരിനെ സംബോധന ചെയ്യണം. അപ്പൊ 2 രാവണയുണ്ട് ഇവിടെ. ഒന്ന് ലോകരാവണ എന്ന് ഒന്നിച്ചുള്ള ഒരു പ്രയോഗം, മറ്റൊന്ന് രാവണ എന്നുള്ളത്. അപ്പൊ ലോകരാവണ എന്നുള്ളത് ലോകങ്ങളെ കരയിപ്പിക്കുന്നവനായ ഹേ രാവണ എന്ന് 2 രാവണ ശബ്ദത്തിന് അർത്ഥം. അല്ലയോ രാവണ,
ഹേ നാഥ, ഞങ്ങളുടെ നാഥനായിരുന്ന ഹേ ഞങ്ങള് ഹതാസ്മ വയം വയം ഹതാസ്മ കഷ്ടം, ഞങ്ങൾ ഹനിക്കപ്പെട്ടു, ഞങ്ങൾ നശിച്ചു എന്നർത്ഥം. ഹനിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരായി തീർന്നു, ഞങ്ങൾ വളരെയധികം പീഡിതരായി, ദുഃഖിതരായി, ദീനരായി തീർന്നിരിക്കുന്നു, ഞങ്ങൾ നശിച്ചിരിക്കുന്നു, ഇനി ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്നർത്ഥം. കം യായാത് ശരണം ലങ്ക ത്വദ്വിഹീന പരാർദിത. ലങ്ക, ഈ ലങ്കാ നഗരം, ഈ നഗരവും ഈ ലങ്കാവാസികളും ത്വദ്വിഹീന, അങ്ങയെ കൂടാത്തവളായിട്ട്. ഇപ്പൊ ലങ്കയും വിധവയായി അല്ലെ, ലങ്കാ നഗരി വിധവയായി, നാഥനില്ലാതെയായി. ഇപ്പൊ പരാർദിത, പരന്മാരാൽ അർദ്ദിത, ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന വിധവയായി തീർന്ന ലങ്ക കം ശരണം യായാത്, ആരെ ശരണം പ്രാപിക്കും? ആരാണ് ഞങ്ങൾക്കിനി ശരണം? ഈ ലങ്കയ്ക്കാരാണ് ആശ്രയം? ഈ ലങ്കയെ ആര് നോക്കും, ആര് രക്ഷിക്കും എന്നിങ്ങനെ വാവിട്ട് കരയുന്നു. നൈവം വേദ മഹാഭാഗ ഭവാൻ കാമവശം ഗതഃ തേജോനുഭാവം സീതായാഃ യേന നീതോ ദശാമി മാം. നൈവം വേദ മഹാഭാഗ ഭവാൻ കാമവശം ഗതഃ തേജോനുഭാവം സീതായാഃ യേന നീതോ ദശാമി മാം. ഹേ മഹാഭാഗ, അങ്ങ് വലിയ ഭാഗ്യവാനായിരുന്നു ഇതുവരെ. പക്ഷെ അങ്ങ് കാമവശം ഗതഃ ഭവാൻ, അങ്ങ് കാമത്തിന്റെ വശത്ത് അടിമയായി തീർന്നു, കാമാധീനനായി തീർന്നു. അതുകൊണ്ട് സീതായാഹ തേജോനുഭാവം ഏവം നവേദ. സീതായാഹ, സീതാദേവിയുടെ തേജോനുഭാവം, തേജസ്സിന്റെ മഹാത്മ്യം, അനുഭാവം, എത്ര തേജസ്വിനിയാണവൾ, എത്ര മഹത്വമേറിയവളാണവൾ. അവളെ സ്പർശിച്ചാൽ എന്തായിരിക്കും ദുരന്തം? മറ്റുള്ള സ്ത്രീകളെ പോലെയല്ല, അങ്ങ് അനേകം സ്ത്രീകളെ തട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഉണ്ടാവാത്ത ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ഈ സീതയുടെ മഹാത്മ്യം കൊണ്ടാണ്. ആ പതിവ്രതാരത്നമായ സീതയെ അങ്ങ് സ്പർശിച്ചു. തേജോനുഭാവം ഏവം ന വേദ, ഇപ്രകാരമാണെന്ന് അങ്ങ് അറിഞ്ഞില്ല. ഏന ഇമാം ദശാം നീതഃ, യാതൊന്നുകൊണ്ടാണോ, ആ കാരണം കൊണ്ടാണ് അങ്ങ് ഈ ഒരു അവസ്ഥയെ നയിക്കപ്പെട്ടത്, പ്രാപിപ്പിക്കപ്പെട്ടത്. അപ്പൊ അങ്ങേക്ക് ഈ ഗതി വന്നത് അങ്ങ് കാമാധീനനായി, സീതയുടെ മാഹാത്മ്യം അറിയാതെ, കണ്ണ് കാണാതെ കാമാന്ധനായി സീതയെ സ്പർശിച്ചതാണ്, സീതയെ തട്ടിക്കൊണ്ടുവന്നതാണ് അങ്ങയുടെ ഈ ഒരു ദുരന്തത്തിന് കാരണം. ഇപ്പൊ കാമാധീനരായി കഴിഞ്ഞാൽ ആർക്കും കണ്ണു കാണുകയില്ല, അവരെന്താ പ്രവർത്തിക്കുന്നതെന്ന് അവർക്ക് അറിയില്ല. അതിന്റെ ദുരന്തങ്ങൾ ഇതുപോലെയാണ് ലോകം കാണുന്നത്. അപ്പോ എന്താ പറയുക, കാമം വന്ന് നമ്മളെ അധീനരാക്കുമ്പോ ഓർമ്മയുണ്ടാവട്ടെ അല്ലെ, ഈ കഥകളൊക്കെ ഓർമ്മയുണ്ടാവട്ടെ. നൈവം വേദ മഹാഭാഗ ഭവാൻ കാമവശം ഗതഃ തേജോനുഭാവം സീതായാഃ യേന നീതോ ദശാമി മാം. കൃതൈഷാ വിധവാലംഘ വയം ച കുലനന്ദന ദേഹകൃതോന്നം ഗൃദ്രാണാം ആത്മാ നരകഹേതവേ. കൃതൈഷാ വിധവാലംഘ വയം ച കുലനന്ദന ദേഹകൃതോ അന്നം ഗൃദ്രാണാം ആത്മാ നരകഹേതവേ. അങ്ങയുടെ ആ അനുചിതമായ പ്രവൃത്തി, കാമാധീനനായി വളരെ പതിവ്രതയായ രത്നമായ സീതയെ തട്ടിക്കൊണ്ടുവന്നതിന്റെ ദുരന്തം ഇപ്പൊ എന്തായി? ഇതാണ് ഈ രാമായണ കഥയുടെ മോറൽ ഓഫ് ദ സ്റ്റോറി അല്ലേ? അത് പറഞ്ഞ് അവരുടെ വിലാപം അവതരിപ്പിക്കുകയാണ്. കൃതൈഷാ വിധവാലംഘ വയം ച കുലനന്ദന. ഹേ കുലനന്ദന, ഇതുവരയ്ക്ക് കുലത്തെ ആനന്ദിപ്പിച്ചിരുന്ന ആളായിരുന്നു അങ്ങ്. ഈ രാക്ഷസ കുലത്തിന് അഭിമാനവും അവരുടെ രക്ഷകനും രാക്ഷസന്മാരുടെ സർവ്വ ഐശ്വര്യത്തിനും കാരണഭൂതനും കാവൽക്കാരനുമായിരുന്നു അങ്ങ്. അങ്ങനെയുള്ള കുലനന്ദന അങ്ങക്ക് ഇപ്പതാ കാണൂ അവസ്ഥ. വയം ഏഷാ ലങ്കാച വിധവാ കൃതാ. വയം, ഈ ഞങ്ങളും, ഏഷാ ലങ്ക, ഈ ലങ്കാ നഗരവും, വിധവാഹ കൃതാഹ, വിധവകളാക്കി ചെയ്യപ്പെട്ടു, നാഥനില്ലാത്ത, ഭർത്താവില്ലാത്തവരാക്കി ചെയ്യപ്പെട്ടു. ലങ്ക അനാഥമായി തീർന്നു. ദേഹ ഗൃദ്രാണാം അന്നം കൃതഃ.
അങ്ങയുടെ ദേഹമാകട്ടെ ഗൃദ്രങ്ങൾ എന്നാൽ കഴുകുകൾ. ഇപ്പൊ കഴുകന്മാർക്ക് അന്നമാക്കി ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ കഴുകന്മാർ കൊത്തിവലിക്കുന്നു രാവണന്റെ ശരീരം. അങ്ങയുടെ ശരീരം കഴുകന്മാർക്ക് ഭക്ഷണമായി തീർന്നിരിക്കുന്നു. ആത്മാ നരകഹേതവേ, ആത്മാ അങ്ങയുടെ ജീവൻ, അങ്ങയുടെ സൂക്ഷ്മ ശരീരം നരകഹേതവേ, നരകത്തിൽ ചെന്ന് ദുരിതങ്ങൾ അനുഭവിക്കാനും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങ് ചെയ്ത പാപങ്ങളുടെയൊക്കെ ബലം ഇനി എവിടെ പോയിട്ട്? നരകത്തിൽ പോയിട്ട് അനുഭവിക്കണം. അപ്പോ ഇപ്പൊ എല്ലാം നശിച്ചു എന്നർത്ഥം. എന്തുകൊണ്ട്? അങ്ങയുടെ കാമാധീനത കൊണ്ട്, അങ്ങയുടെ കണ്ണ് കാണായ്മ കൊണ്ട്, കാമം കൊണ്ട് കണ്ണ് കാണാതെയായി അവിവേകം പ്രവർത്തിച്ച് എല്ലാം നശിച്ചില്ലേ. ഇപ്പോ ഈ ലങ്ക തന്നെ വിധവയായി, ഞങ്ങള് ഓരോരുത്തരും വിധവകളായി. അങ്ങയുടെ ശരീരം കഴുകന്മാർക്ക് ഭക്ഷണമായി, അങ്ങയുടെ ജീവനാകട്ടെ നരകത്തിലും പോയിട്ട് യാതനകൾ അനുഭവിക്കുമാറായി. എന്തെങ്കിലും നല്ലത് ബാക്കിയുണ്ടോ? എല്ലാം നശിച്ചില്ലേ. ഇങ്ങനെ ആ സ്ത്രീകള് വാവിട്ട് നിലവിളിക്കുകയാണ് രാവണന്റെ മൃതദേഹത്തെ ആലിംഗനം ചെയ്തുകൊണ്ട്. ശ്രീശുകൗവാച സ്വാനാം വിഭീഷണശ്ചക്രേ കോസലേന്ദ്രാനുമോദിതഃ പിതൃമേധവിധാനേന യദുക്തം സാംബരായികം. ശ്രീശുകൗവാച സ്വാനാം വിഭീഷണശ്ചക്രേ കോസലേന്ദ്രാനുമോദിതഃ പിതൃമേധവിധാനേന യദുക്തം സാംബരായികം. ശ്രീശുക ബ്രഹ്മർഷി കഥ തുടരുന്നു. ഇതുവരെ ആ രാക്ഷസ സ്ത്രീകളുടെ നിലവിളിയാണ് വർണ്ണിച്ചത്. അതുകൊണ്ട് ശ്രീശുക ഉവാച എന്ന് എടുത്തു പറഞ്ഞു. സുഖബ്രഹ്മർഷി തുടരുകയാണ്. സ്വാനാം വിഭീഷണ ചക്രേ സാമ്പരായികം. വിഭീഷണ സ്വാനാം സാമ്പരായികം ചക്രേ. വിഭീഷണൻ സ്വാനാം എന്ന് പറഞ്ഞാൽ സ്വകീയാനാം സ്വബന്ധൂനാം രാക്ഷസാനാം എന്നർത്ഥം. തന്റെ ബന്ധുക്കളായ രാവണാദി രാക്ഷസന്മാർക്ക്, രാവണൻ, കുംഭകർണൻ, ഇന്ദ്രജിത്ത് മുതലായിട്ടുള്ള എല്ലാ ബന്ധുക്കൾക്കും മറ്റ് രാക്ഷസർക്കും എല്ലാം വിഭീഷണ സാമ്പരായികം ചക്രേ. സാമ്പരായികം എന്ന് പറഞ്ഞാൽ പരലോകപ്രാപ്തിക്ക് വേണ്ട സംസ്കാര കർമ്മങ്ങൾ, അവരുടെ ദേഹങ്ങളെല്ലാം ദഹിപ്പിക്കുക, തുടർന്ന് അവർക്ക് വേണ്ടതായിട്ടുള്ള ഉദകക്രിയകൾ, പിണ്ടക്രിയകൾ ഇത്യാദികളൊക്കെ ചെയ്യേണ്ടവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. താൻ ചെയ്യേണ്ടവർക്ക്, ജ്യേഷ്ഠന്മാർക്ക് താൻ തന്നെ ചെയ്യുക. അങ്ങനെ അത് എങ്ങനെയാണ് ചെയ്തത്? കോസലേന്ദ്ര അനുമോദിത, കോസലേന്ദ്രനായ രാമനാൽ അനുമോദിത, പ്രേരിത എന്നർത്ഥം. അനുമോദിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രേരിപ്പിക്കപ്പെട്ടവൻ, നിർബന്ധിക്കപ്പെട്ടവൻ. രാവണന്റെ മൃതദേഹത്തെ സംസ്കരിക്കില്ല എന്നും അതിനുവേണ്ട ഉദകക്രിയകൾ ചെയ്യില്ല എന്നൊക്കെ വിഭീഷണൻ അല്പം മടി കാണിച്ചിരുന്നു. അപ്പൊ രാമൻ തന്നെ പറഞ്ഞു, മരണത്തോടുകൂടി ശത്രുത തീർന്നു, അയാളുടെ പാപങ്ങളൊക്കെ അതോടുകൂടി കഴിഞ്ഞു, എന്റെ കൈകൊണ്ട് വധം സംഭവിച്ചതോടുകൂടി. അതുകൊണ്ട് ഇനിയും ശത്രുത വെച്ച് പുലർത്തരുത്. അദ്ദേഹത്തെ രാജകീയമായിട്ടുള്ള രീതിയിൽ തന്നെ വേണ്ട മര്യാദകൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ദേഹസംസ്കാരം ചെയ്യണം, കർമ്മങ്ങൾ ചെയ്യണം. അത് അങ്ങ് ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യും എന്ന മട്ടില് രാമൻ തയ്യാറായി. അതാണ് രാമൻ, ശത്രുവിനെ പോലും ബഹുമാനിക്കുന്ന രാമൻ. അപ്പൊ നിവൃത്തിയില്ലാതായി വിഭീഷണന്. അങ്ങനെ വിഭീഷണൻ സ്വയം തയ്യാറായി. കോസലേന്ദ്ര അനുമോദിത വിഭീഷണ സ്വാനാം സാമ്പരായികം ചക്രേ. എങ്ങനെ ചെയ്തു? പിതൃമേധ വിധാനേന. പിതൃമേധം എന്ന് പറഞ്ഞാൽ പിതൃക്രിയകൾ, മേധം എന്ന് പറഞ്ഞാൽ യാഗം, പൂജ എന്നൊക്കെ അർത്ഥത്തിൽ പ്രയോഗിക്കുകയാണ്. അപ്പൊ പിതൃക്രിയകൾ, അതിന്റെ വിധാനം, അതിന്റെ വിധിക്കനുസരിച്ച്, ക്രമങ്ങൾക്കനുസരിച്ച് ചെയ്തു. എന്ത്? യദുക്തം. യദുക്തം എന്ന് പറഞ്ഞാൽ ശാസ്ത്രേണ യദുക്തം എന്ന് താല്പര്യം. ശാസ്ത്രങ്ങളാൽ എന്താണോ പറയപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ ശാസ്ത്രോക്തമായിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ട് ആ പിതൃകർമ്മങ്ങൾ എപ്രകാരം ചെയ്യണമോ അപ്രകാരം തന്നെ വിഭീഷണൻ വിധിപ്രകാരം ജ്യേഷ്ഠനും 2 ജ്യേഷ്ഠന്മാർക്കും മറ്റ് ബന്ധുക്കൾക്കുമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു. അവർക്ക് മുക്തി കിട്ടാൻ, അവരുടെ ബന്ധുക്കൾക്കൊക്കെ തൃപ്തി കിട്ടാൻ ഒക്കെ ആയിട്ടുള്ളതൊക്കെ ചെയ്തു എന്നർത്ഥം. തതോ ദദർശ ഭഗവാൻ അശോകവനികാശ്രമേ ക്ഷാമാം സ്വവിരഹവ്യാധിം സിംസപാമൂലമാസ്ഥിതാം. തതോ ദദർശ ഭഗവാൻ അശോകവനികാശ്രമേ
ക്ഷാമാം സ്വവിരഹവ്യാധിം ശിംശപാമൂലമാസ്ഥിതാം. തതോ ദദർശ ഭഗവാൻ അശോകവനികാശ്രമേ. അശോകവനികാശ്രമേ, അശോകവനം, അശോകവനത്തിൽ ശിംശപാവൃക്ഷത്തിന്റെ ചുവട്ടിൽ തപസ്വിനിയായിരിക്കുന്നു. അതുകൊണ്ട് ആശ്രമമായി പറഞ്ഞു. ആ ആശ്രമ സമാനമായിട്ടുള്ള അശോകവനികയിൽ തതഃ ഭഗവാൻ, ആ അനന്തരം ഭഗവാൻ രാമൻ ദദർശ ദർശിച്ചു. ആരെ ദർശിച്ചു? ക്ഷാമാം സ്വവിരഹവ്യാധിം ശിംശപാമൂലമാസ്ഥിതാം. 3 വിശേഷണങ്ങൾ. ആരെയാണ് വിശേഷിപ്പിച്ചത്? സീതാം എന്ന് ചേർത്തെടുക്കണം. ക്ഷാമാം എന്ന് പറഞ്ഞാല് ക്ഷീണിച്ചിരിക്കുന്നവൾ എന്നർത്ഥം. ക്ഷയം ബാധിച്ചവൾ, ശരീരം ക്ഷയിച്ചിരിക്കുന്നവൾ. എന്തുകൊണ്ട്? പട്ടിണി കൊണ്ട്. ജലപാനം പോലും കുടിക്കാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കാതെ വ്രതമായിട്ട് പാതിവ്രത്യം അനുഷ്ഠിച്ചുകൊണ്ട് മലിന ശരീരയായി, ശരീരം വൃത്തിയാക്കലോ ഒന്നുമില്ല. എപ്പോഴും ഭർത്താവിന്റെ നാമം ചൊല്ലി ഭർത്താവിനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് മറ്റൊന്നിലും മനസ്സിരുത്താതെ കൃശഗാത്രയായി തീർന്നിരുന്നു മാസങ്ങളുടെ പട്ടിണി കൊണ്ട്. അതാണ് ക്ഷാമാം. ക്ഷയം ബാധിച്ചവൾ അഥവാ ക്ഷീണം ബാധിച്ചവളും സ്വവിരഹവ്യാധിം, തന്റെ വിരഹം കൊണ്ട് വ്യാധി ബാധിച്ചവളും, തന്റെ വിരഹമാകുന്ന വ്യാധിയോടുകൂടിയവളും. അതൊരു വ്യാധി തന്നെ, മനസ്സിനും ശരീരത്തിനും പീഡ. അപ്പൊ അങ്ങനെ തന്നെ വിരഹം ഉണ്ടായതിന്റെ ദുഃഖം അനുഭവിക്കുന്നവളും ശിംശപാമൂലം ആസ്ഥിതാം. ആ ശിംശപ എന്ന വൃക്ഷത്തിന്റെ ഇരുമുള്ള് എന്ന് പറയുന്നതായിട്ടുള്ള മരമാണ്. മലയാളത്തിൽ നമ്മൾ ഇരുമുള്ള് എന്ന് പറയും. വലിയ തടിയാണ്. ഇതിനൊക്കെ ഉപയോഗിക്കും. നമ്മൾ പണ്ട് കാലത്തൊക്കെ ഗൃഹനിർമ്മാണത്തിൽ ധാരാളം ഉപയോഗിച്ചിരുന്ന വൃക്ഷങ്ങളാണ്. ഇപ്പൊന്നും കാണാൻ പോലും കിട്ടാനില്ല. എന്താ പറയുക, ഇരുമ്പ് പോലെ കട്ടിയുള്ള, ചെതല് എളുപ്പത്തിലൊന്നും പിടിക്കാത്തതായിട്ടുള്ള നല്ല മരമാണ് ഇരുമുള്ള്. ഇതിനാണ് ശിംശപാവൃക്ഷം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വലിയ വൃക്ഷത്തിന്റെ മൂലം ആസ്ഥിതാം, മൂലത്തിൽ സ്ഥിതി ചെയ്യുന്നവളും തപസ്വിനിയായിരിക്കുന്ന ആ സീതാദേവിയെ, പതിവ്രതാരത്നത്തെ ദദർശ ഭഗവാൻ രാമ, ആ ഭഗവാനായ രാമൻ അവിടെ വെച്ച് കണ്ടു. തതോ ദദർശ ഭഗവാൻ അശോകവനികാശ്രമേ ക്ഷാമാം സ്വവിരഹവ്യാധിം ശിംശപാമൂലമാസ്ഥിതാം. രാമഃ പ്രിയതമാം ഭാര്യാം ദീനാം വീക്ഷ്യാന്വകമ്പത ആത്മസന്ദർശനാഹ്ലാദ വികസന്മുഖപങ്കജാം. രാമഃ പ്രിയതമാം ഭാര്യാം ദീനാം വീക്ഷ്യാന്വകമ്പത ആത്മസന്ദർശനാഹ്ലാദ വികസന്മുഖപങ്കജാം. ഇവിടെ വാൽമീകി രാമായണത്തിൽ നിന്നും അധ്യാത്മരാമായണത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് രാമൻ തന്നെ അശോകവനികയിൽ പോയി സീതയെ ദർശിച്ചു എന്നുള്ള രീതിയിലാണ് ഇവിടെ ഭാഗവതത്തില് അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. നമ്മളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥം എന്തായിരുന്നു? ഹനുമാൻ സ്വാമിയാണ് ആദ്യം സീതാദേവിയെ ചെന്ന് കണ്ട് എന്താണ് അഭിപ്രായം എന്ന് അന്വേഷിക്കുന്നതും, രാമനോടുകൂടി വരണോ അതോ ലങ്കയിൽ തന്നെ കഴിയണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിപ്പിക്കുന്നതും. രാമന്റെ കൂടെ തന്നെ വരാനാണ് സീതയ്ക്ക് താല്പര്യമെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ കുളിച്ച് വൃത്തിയാക്കി വേണ്ട പോലെ അലങ്കാരങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് വിഭീഷണൻ തോഴിമാരോടുകൂടി അല്ലെങ്കിൽ രാക്ഷസ സ്ത്രീകളോടുകൂടി സീതയെ പല്ലക്കിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് രാമൻ കാണുന്നത്. അതാണ് ഒറിജിനൽ കഥ. ഇവിടെ എന്താ പറയുക, വളരെ മംഗളകരമായിട്ട് ചുരുക്കി അവതരിപ്പിച്ചിരിക്കുകയാണ് വ്യാസൻ. രാമഃ പ്രിയതമാം ഭാര്യാം ദീനാം വീക്ഷ്യാന്വകമ്പത. രാമഃ പ്രിയതമാം ഭാര്യാം, തന്റെ പ്രിയതമയായ ഭാര്യയെ ദീനയായിട്ട് അവശയായിട്ട് കണ്ടിട്ട് അന്വകമ്പത. അന്വകമ്പത എന്ന് പറഞ്ഞാൽ അനുകമ്പമുണ്ടായി എന്ന് വെച്ചാൽ മനസ്സൊന്ന് ഇളകിപ്പോയി എന്നർത്ഥം. കമ്പനം എന്ന് പറഞ്ഞാൽ ചലനമാണ്. മനസ്സൊന്ന് ചഞ്ചലമായി, ആർദ്രമായി എന്നൊക്കെ അർത്ഥമാണ്. അല്ലാതൊന്ന് കുലുങ്ങി പരവശനായി പോയി ആര്? രാമൻ. ദീനയാണ് അവസ്ഥ. പക്ഷെ എന്തായാലും ഇപ്പൊ എങ്ങനെയുണ്ട് ദേവിയുടെ ഭാവം? ആത്മസന്ദർശനാഹ്ലാദ വികസന്മുഖ പങ്കജാം. രാമനെ കണ്ടതോടുകൂടി ദേവിയുടെ മുഖപങ്കജം വികസിച്ചു.
സൂര്യനെ കാണുമ്പോൾ താമര വിരിയും പോലെ രാമനാകുന്ന സൂര്യനെ കണ്ടതോടുകൂടെ ആ ജാനകിയാകുന്ന താമരയുടെ മുഖമാകുന്ന താമര വികസിച്ചു എന്നർത്ഥം. വികസൻ മുഖപങ്കജ, ആത്മസന്ദർശന ആഹ്ലാദം, തന്നെ ദർശിച്ചതുകൊണ്ടുണ്ടായ ആഹ്ലാദം കൊണ്ട് വികസിച്ച മുഖകമലത്തോടുകൂടിയവളായ വളരെ പരവശയായിരിക്കുന്ന ദീനയായിരിക്കുന്ന തന്റെ പ്രിയതമയായ ഭാര്യയെ രാമൻ കണ്ടിട്ട് വല്ലാത്ത അനുകമ്പ അദ്ദേഹത്തിന് ഉണ്ടായി. ഇങ്ങനെയാണ് കഥ വാസ്തവത്തിൽ നടക്കേണ്ടത്. പക്ഷെ രാമന്റെ ഒരു അഭിനയമാണ് അവിടെയൊക്കെ. എന്തിനു വേണ്ടി? ധർമ്മസംസ്ഥാപനത്തിനായിക്കൊണ്ട്. താൻ നേരിട്ട് ചെല്ലാതെ രാമന്റെ ഉള്ളു പിടയ്ക്കുണ്ട് ഇതുപോലെ കാണാൻ. സീതയെ കാണാതെ ആ വനത്തിലൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോൾ എത്ര പാരവശ്യത്തോടു കൂടിയിട്ടാണ് കണ്ട മൃഗങ്ങളോടും പക്ഷികളോടും വൃക്ഷങ്ങളോടും ഒക്കെ രാമൻ സീതയെക്കുറിച്ച് ചോദിച്ചത്. ഓരോ പ്രകൃതി രമണീയമായിട്ടുള്ള ഓരോ രംഗങ്ങൾ കാണുമ്പോഴും അദ്ദേഹത്തിന്റെ ആദി ദുഃഖം കൂടിക്കൂടി വരികയും ഇതൊന്നും കാണാൻ എന്റെ കൂടെ സീതയില്ലാതെ എനിക്കിതൊന്നും രുചിക്കുന്നില്ല, നിലാവ് പോലും നല്ല വേനൽ മധ്യാഹ്നം പോലെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ പുലമ്പിയ ആ വിരഹദുഃഖിതനായ പരവശനായിട്ടുള്ള രാമന്റെ ഉള്ള് സീതയെ കാണാൻ പിടയ്ക്കുകയാണ്. ഇതുപോലെയാണ് വാസ്തവം. ഇതാണ് യഥാർത്ഥ നടക്കേണ്ട കഥ. പക്ഷേ അവിടെ രാമൻ എന്നുള്ള രാജാവ്, ക്ഷത്രിയൻ, താൻ എന്താ പറയുക, ഒരു സ്ത്രീയുടെ അടിമയല്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു അഭിനയമൊക്കെ നടത്തിയതാണ് അവിടെ. സ്ത്രീജിതനല്ല, തന്റെ അച്ഛനെ പോലെ താൻ സ്വതന്ത്രനാണ്. അച്ഛൻ അടിമയായിട്ട് നശിച്ചു, കൈകേയിക്ക് അടിമയായിട്ട് നശിച്ചു. ആ അച്ഛനെ പോലെ താനൊരു സ്ത്രീജിതനല്ല എന്ന് കാണിക്കാൻ വേണ്ടി സീതയ്ക്ക് വേണ്ടി സീത എങ്ങനെയായാലും എത്ര വൃത്തികെട്ടവളായാലും സ്വീകരിക്കുന്നവളാണ് എന്ന് ലോകം തെറ്റിദ്ധരിക്കാതിരിക്കാൻ. സീത പരമപവിത്രയാണ്, സീത ത്യാജ്യയല്ല. സീതയെ പോലെ ഇത്രയും പവിത്രയായിട്ട് ലോകത്തിൽ ഇനി ഒരാളില്ല എന്ന് തെളിയിച്ച ശേഷം സ്വീകരിക്കുന്ന ഒരു നാടകം. അതാണ് അഗ്നിപരീക്ഷയൊക്കെ. അതൊക്കെയാണ് ഒറിജിനൽ കഥ രാമായണത്തില്. ഇവിടെ നമ്മുടെ മനസ്സ് എങ്ങനെയാണോ രാമനും സീതയും തമ്മിൽ കൂടിച്ചേരേണ്ടത് അതുപോലെ കവി അവതരിപ്പിച്ചിരിക്കുന്നു. രാമഃ പ്രിയതമാം ഭാര്യാം ദീനാം വീക്ഷ്യാന്വകമ്പത ആത്മസന്ദർശനാഹ്ലാദ വികസന്മുഖ പങ്കജാം ആരോപ്യാരുരുഹേയാനം ഭ്രാതൃഭ്യാം ഹനുമദ്യുതഃ വിഭീഷണായ ഭഗവാൻ ദത്വാ രക്ഷോ ഗണേശതാം ലങ്കാം ആയുശ്ച കൽപ്പാന്തം യയൗ ചീർണവ്രതഃ പുരീം. ആരോപ്യാരുരുഹേയാനം ഭ്രാതൃഭ്യാം ഹനുമദ്യുതഃ വിഭീഷണായ ഭഗവാൻ ദത്വാ രക്ഷോ ഗണേശതാം ലങ്കാം ആയുശ്ച കൽപ്പാന്തം യയൗ ചീർണവ്രതഃ പുരീം. അത് കഴിഞ്ഞ് രാമൻ ആരോപ്യ ആരുഹ്യ ആരുരുഹേ യാനം. യാനം ആരുരുഹേ, യാനം വിമാനം, പുഷ്പക വിമാനത്തിലേക്ക് ആരോഹണം ചെയ്തു. എങ്ങനെ? ആരോപ്യ, ആരെ? സീതയെ പിടിച്ചു കയറ്റിക്കൊണ്ട്, കൈപിടിച്ച് കയറ്റി താനും ആരോഹണം ചെയ്തു. ഭ്രാതൃഭ്യാം, തന്റെ സഹോദരന്മാരോടുകൂടെ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ലക്ഷ്മണനെയും സുഗ്രീവനെയും സഹോദരനായി കണക്കാക്കാം. 5ാമത്തെ സഹോദരനാണ് നീ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിഭീഷണനെയും അതുപോലെ തന്നെയാ കാണുന്നത്. അപ്പൊ അങ്ങനെ സഹോദരന്മാരോടുകൂടെ യാനം ആരോപ്യ ഹനുമൽ യുധഃ, ഹനുമാൻ സ്വാമിയോട് കൂടിയവനായിട്ട്. അതിനുശേഷം അതിനു മുമ്പ് എന്ത് ചെയ്തു? വിഭീഷണായ ഭഗവാൻ ദത്വാ രക്ഷോ ഗണേശതാം, രക്ഷോഗണങ്ങളുടെ ഈശതയെ, ഈശ്വരഭാവത്തെ, രാക്ഷസ ആധിപത്യത്തെ, ലങ്കയുടെ ആധിപത്യത്തെ വിഭീഷണായ ദത്വാ, വിഭീഷണനായിട്ട് ദാനം ചെയ്തിട്ട്. വേണമെങ്കിൽ തനിക്ക് തന്നെ എടുക്കാമായിരുന്നു. ലക്ഷ്മണൻ പ്രേരിപ്പിച്ചതുമാണ്. അല്ലെ, ഏട്ടാ നമുക്ക് ഇവിടുന്ന് പോണ്ട, ഇവിടെ തന്നെ കഴിയാം. ഇനിയിപ്പോ അയോധ്യയിലേക്ക് ചെല്ലുമ്പോ അവിടുത്തെ സ്ഥിതി എന്താണെന്നൊന്നും അറിയില്ല. ഭരതൻ നമുക്ക് വിട്ടുതരുമോ, അതോ ഭരതൻ സാമ്രാജ്യ സുഖം അനുഭവിച്ച് ഇനി അവിടുന്ന് ഇറങ്ങാൻ തയ്യാറില്ലയോ? നമുക്കൊരു യുദ്ധത്തിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലെ? നമുക്ക് ഇവിടെ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, ഇവിടെ തന്നെ കൂടാം എന്ന് ലക്ഷ്മണൻ
രാമനോട് പറഞ്ഞു എന്നും. അപ്പൊ രാമൻ പറഞ്ഞു, ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപികരീയസി അപ്പി സ്വർഗമയി ലങ്ക നമേ ലക്ഷ്മണ രോചത്തെ. ലക്ഷ്മണ, ഇത് സ്വർണമയമാണ് ഈ ലങ്കയെങ്കിലും എനിക്കിതിൽ യാതൊരു താല്പര്യവുമില്ല. എന്റെ അമ്മയും എന്റെ പെറ്റമ്മയും എന്റെ പിറന്ന നാടുമാണ് എനിക്ക് സ്വർഗത്തേക്കാൾ വലുത്. അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞതുപോലെ ഇവിടെ വിഭീഷണന് നേരത്തെ തന്നെ രാജ്യാഭിഷേകം ചെയ്യിപ്പിച്ചിരുന്നു. എവിടെ വെച്ച്? സേതുബന്ധന സമയത്ത് തന്നെ. വിഭീഷണൻ ശരണാഗതി പ്രാപിച്ചപ്പോ തന്നെ. എന്തിനാത്? രാവണനെ വധിച്ചു കഴിഞ്ഞാൽ വേറെ ആരും ക്ലെയിം ചെയ്യാതിരിക്കാൻ. ഇനി സുഗ്രീവനോ ലക്ഷ്മണനോ തനിക്ക് തന്നെ ഒരാഗ്രഹം ജനിക്കാതിരിക്കാൻ. അതാണ് രാമൻ നേരത്തെ തന്നെ സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു. എഗ്രിമെന്റ്, യുദ്ധാനന്തരം ലങ്ക നിന്റേതാകുന്നു എന്ന് ഒപ്പിട്ട് കൊടുത്തതിന് തുല്യമാണ് അവിടെ അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ ഇനി ആർക്കും ഒരു ക്ലെയിമും ചെയ്യാൻ നിവൃത്തിയില്ല. അതാണ് രാമന്റെ ധർമ്മനിഷ്ഠ. അപ്പൊ എന്തായാലും വിഭീഷണായ ഭഗവാൻ, ഐശ്വര്യപരിപൂർണനായ ശ്രീരാമൻ രക്ഷോഗണേശതാം ദത്വ ലങ്കാം ആയുശ്ച കൽപ്പാന്തം, ലങ്കയെയും നൽകി. കൽപ്പാന്തം ആയുഹു, കൽപ്പാന്തം വരെ. ഈ ബ്രഹ്മാവിന്റെ ഈ പകൽ മുഴുവൻ ബ്രഹ്മാവിന് ഉറക്കമാകുന്ന നൈമിത്തിക പ്രളയം ആണ് കൽപ്പാന്തം. അപ്പൊ കൽപ്പാന്തം വരെ ആയുസ്സും നൽകിയിട്ട് ചീർണവ്രത, ചീർണവ്രത എന്ന് പറഞ്ഞാൽ വ്രതം, 14 വർഷം വനവാസം എന്നുള്ള വ്രതത്തെ പൂർത്തീകരിച്ചവനായിട്ട്, ചീർണവ്രത അനുഷ്ഠിച്ച തീർന്ന വ്രതത്തോടുകൂടിയവനായിട്ട് പുരീം യയൗ, പുരീം അയോധ്യാപുരിയും യയൗ യാനം ചെയ്തു, അയോധ്യാപുരിയിലേക്ക് മടങ്ങിപ്പോയി. ആ പോകുന്ന പോക്കിൽ എന്താണ്ടായത്? അവഗീര്യമാണ കുസുമൈഹി ലോകപാലാർപ്പിതൈഃ പഥി ഉപഗീയമാന ചരിതഃ സതധൃത്യാദിഭിർമുദാം. അവഗീര്യമാണ കുസുമൈഹി ലോകപാലാർപ്പിതൈഃ പഥി ഉപഗീയമാന ചരിതഃ സതധൃത്യാദിഭിർമുദാം. അങ്ങനെ എഴുന്നള്ളുന്നതായിട്ട് രാമന്റെ നേർക്ക് പഥി, പന്താവിൽ, വഴിയിൽ വെച്ച് ലോകപാലാർപ്പിതൈഹി കുസുമൈഹി അവകീര്യമാണഃ, ലോകപാലന്മാർ, ഇന്ദ്രാദി ദേവന്മാർ, അവരാലെല്ലാം അർപ്പിക്കപ്പെട്ട കുസുമൈഹി പുഷ്പവൃഷ്ടികളാൽ അവകീര്യമാണഃ വർഷിക്കപ്പെട്ടവനായിട്ട്, ആച്ഛാദനം ചെയ്യപ്പെട്ടവനായിട്ട് എന്നൊക്കർത്ഥം. അപ്പൊ ആകാശത്ത് നിന്ന് ദേവന്മാരെല്ലാം ഭഗവാന്റെ നേരെ പുഷ്പവൃഷ്ടി ചെയ്തു. മുദാ ശതധൃത്യാദിഭിഹി ഉപഗീയമാന ചരിത, മുദാ സന്തോഷത്തോടുകൂടെ രാമൻ മടങ്ങുകയാണ്. ശതധൃതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവന്റെ പര്യായമാണ്. ശതധൃത്യാദിഭിഹി എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ മുതലായവരാൽ ഉപഗീയമാന ചരിത കീർത്തിക്കപ്പെടുന്ന ചരിത്രത്തോടുകൂടി. ഭഗവാൻ ഇവിടുന്ന് ലങ്കയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് മഹാദേവൻ, ബ്രഹ്മദേവൻ, ഇന്ദ്രൻ, മറ്റു ദേവന്മാര് എല്ലാവരും വന്ന് സ്തുതിച്ചുവല്ലോ. ആ സ്തുതിയെ സൂചിപ്പിക്കുകയാണ്. സതധൃത്യാദിഭിഹി ഉപഗീയമാന ചരിത, ബ്രഹ്മാവ് മുതലായവരാൽ നല്ലതുപോലെ ഗാനം ചെയ്യപ്പെടുന്ന ചരിത്രത്തോടു കൂടിയവനായിട്ട് ദേവന്മാരുടെ പുഷ്പവൃഷ്ടി ഏറ്റുവാങ്ങിക്കൊണ്ട് ആ വിമാനത്തില് തിരിച്ചു പോരുകയാണ് അയോധ്യയിലേക്ക്. ഇനി ഇതാ അയോധ്യയില് ഭരതന്റെ ചിത്രം കാണിച്ചു തരികയാണ് നമുക്ക്. 34 ശ്ലോകം മുതൽക്ക് ആ കഥ നമുക്ക് നാളെ ഇല്ല, മറ്റന്ന്. ഇന്ന് വൈകുന്നേരം കുറച്ച് പണികളുണ്ട്, നോക്കട്ടെ. നേരത്തെ വന്നാൽ ക്ലാസ് എടുക്കാം. നോട്ടിഫിക്കേഷൻ നോക്കിക്കോളൂ. ഒന്ന് പുറത്തു പോകാൻ ഉച്ചയ്ക്ക് ശേഷം. നാളെ ഫുൾ ഡേ ഒരു സപ്താഹത്തിലെ പ്രഭാഷണമാണ്. കാരാകുറുശി അയ്യപ്പ ക്ഷേത്രം, നമ്മുടെ തച്ചമ്പാറയ്ക്കൊക്കെ അടുത്ത്, മണ്ണാർക്കാട് പോകുന്ന വഴി തച്ചമ്പാറയ്ക്ക് അടുത്ത് കാരാകുറുശി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ അയ്യപ്പ ക്ഷേത്രത്തില് സപ്താഹ സത്രം നടക്കുന്നുണ്ട്. അതിൽ ഒരു ദിവസത്തെ മുഴുവൻ പ്രഭാഷണം, പഞ്ചമസ്കന്ധം, ഷഷ്ടസ്കന്ധം, സപ്തമസ്കന്ധം, നരസിംഹാവതാരം വരെ. നാളെ രാവിലെ 9:30 അവിടെ എത്തണം. വൈകുന്നേരം 6:30-7 മണിയൊക്കെ ആവും. നരസിംഹാവതാരം അല്ലേ, അത് കഴിഞ്ഞിട്ടേ മടങ്ങുള്ളൂ.
അപ്പോൾ ഓൺലൈൻ ഉണ്ടാവുമെന്നൊന്നും തോന്നുന്നില്ല. നോക്കട്ടെ അവിടുത്തെ സൗകര്യം പോലെ. കാരണം ഒരു ഗ്രാമപ്രദേശമാണ്, നെറ്റ്വർക്കൊന്നും ഉണ്ടാവില്ല. ചിന്തിക്കുന്നു. അപ്പോൾ മറ്റന്നാ ക്ലാസ് ഉറപ്പ്, തിങ്കളാഴ്ച ബക്രീദ്. ഹരി ഓം. ഇന്ന് വൈകിട്ട് നോക്കാം, 6:30 ഉള്ളിലൂടെ വന്ന് റെഡിയാവാൻ പറ്റിയാൽ 6:30 ക്ലാസ് എടുക്കാം. ഓ ഹരി ഓം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭദിനം.